ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് വാർത്തകൾ അത്രയും ഡൽഹിയിലാണ്. ഡൽഹിയിൽ സംസ്ഥാനത്തിൻ്റെ ഒരു സമരം, സംസ്ഥാനത്തിൻ്റെ സമരം എന്ന നിലയ്ക്കാണത് ആരംഭിച്ചതെങ്കിൽ, എന്നാൽ ഇപ്പോൾ രണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ, തമിഴ്നാടിൻ്റെ ധനമന്ത്രി അടക്കം എന്നൊരു വിശാലമായൊരു പ്രതിപക്ഷ ഐക്യത്തിന് ജന്തർ മന്ദർ സാക്ഷിയാവുന്നു. അവിടെ തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുഖമാണെന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്ക് ഡൽഹിയിലേക്കും മറ്റു വാർത്തകളിലേക്കും നമുക്ക് വളരെ പെട്ടെന്ന് കടക്കാം. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ തുടക്കം അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വാർത്തകൾ നേരിട്ട് സംവദിക്കുന്ന, തലക്കെട്ടുകൾ സംവദിക്കുന്ന സമയമാണ്. തലക്കെട്ട് ഹെഡ്ലൈൻസ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ. അണിചേർന്ന ദേശീയ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും. ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധം നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. 8th of February 2024 is going to be a red letter day in the history of the Republic of India. യൂണിയൻ ഗവൺമെന്റ് ഫെഡറലിസ്റ്റെ തകർത്തെന്ന മുഖ്യമന്ത്രി. സമരത്തിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ്. കേരളത്തോട് കേന്ദ്ര സർക്കാരിന് അവഗണനയെന്ന് ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യവേദിയായി സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി പ്രതിഷേധം. വേദിയിലെത്തി പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് മന്നും. और ये तो किसी को भी कर दे, कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टालिन साहब को पकड़ के जेल में डाल देंगे, सीतारामैया साहब को पकड़ के जेल में डाल देंगे, सुखविंदर जी को, किसी भी को भी पकड़ के जेल में डाल देंगे और सरकार गिरा देंगे. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് DMK, സമാജ്വാദി പാർട്ടി, നാഷണൽ കോൺഫറൻസ്, CPI നേതാക്കളും. പ്രതിപക്ഷത്തിന്റെ ഐക്യസമരം രാഷ്ട്രീയ വിജയമെന്ന് വിലയിരുത്തി CPIM. സർക്കാരിന്റെ ഡൽഹി സമരത്തിനെതിരെ പ്രതിപക്ഷം. സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറയ്ക്കാനുള്ള നീക്കമെന്ന് VD സതീശൻ. ദുർഭരണത്തിന്റെ പഴി സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ പതിക്കാതിരിക്കാൻ അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഈ സമരത്തിന് ഒരു പ്രാധാന്യമില്ല. രാഷ്ട്രീയ നാടകമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കേരളത്തിലേത് വികസനത്തിന് തുരങ്കം വെക്കുന്ന പ്രതിപക്ഷമെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് മന്ത്രി P രാജീവ് 24നോട്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ കരിമ്പത്രം പുറത്തിറക്കി കോൺഗ്രസ്. NDA ഭരണത്തിൽ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലെന്ന് മല്ലികാർജുൻ ഖാർഗെ. 10 വർഷം കൊണ്ട് 411 MLA-മാരെ മറുകണ്ഠം ചാടിച്ച് സർക്കാരുകളെ അട്ടിമറിച്ചെന്നും വിമർശനം. UPA ഭരണകാലത്തെ അഴിമതി എണ്ണിപ്പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ ധവളപത്രം ഇന്ന് പാർലമെന്റിൽ. കൊല്ലം ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പണം ലക്ഷ്യമിട്ടെന്ന അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. കൂടുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ പദ്ധതിയിട്ടുവെന്നും 1000 പേജുള്ള കുറ്റപത്രത്തിൽ പരാമർശം. ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. PV അൻവറിന്റെ കക്കാടംപൊയിലെ പാർക്കിന് ലൈസൻസ് പുതുക്കി നൽകി കൂടരഞ്ഞി പഞ്ചായത്ത്. തിരക്കിട്ട നീക്കം കേസ് കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ ലൈസൻസ് കുടിശ്ശികയായ 7 ലക്ഷം രൂപ അടച്ചു. ഭൂമി കയ്യേറ്റ കേസിൽ റാൻഡ് റവന്യൂ തഹസിൽദാർക്ക് മുന്നിൽ ഹാജരാകാൻ സമയം തേടി മാത്യു കുഴൽനാടൻ. പൂജപ്പുരയിലെ PSC ആൾമാറാട്ടത്തിൽ 2 പേർക്കെതിരെ കേസ്. നടപടി നേമം സ്വദേശിയായ ഉദ്യോഗാർത്ഥി അമൽജിത്തിനും ആൾമാറാട്ടത്തിന് ശ്രമിച്ച യുവാവിനുമെതിരെ. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി. പോലീസ് നീക്കം PSC DGPക്ക് നൽകിയ പരാതിയിൽ. പാകിസ്ഥാനിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് ദേശീയ അസംബ്ലിയിലെ 266 സീറ്റുകളിലേക്ക്. ഇമ്രാൻഖാൻ ജയിലിലായിരിക്കെ PTA പ്രതിനിധികൾ മത്സരിക്കുന്നത് സ്വതന്ത്രരായി. സൈന്യത്തിന്റെ പിന്തുണയുള്ള നവാസ് ഷെരീഫിന് മുൻതൂക്കമെന്ന സൂചന. ബലൂചിസ്ഥാൻ സ്ഫോടനത്തിൽ 28 മരണം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് IS. കോട്ടയം ആപ്പാഞ്ചിറയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടി യുവാവ്. വേണാട് എക്സ്പ്രസിൽ നിന്ന് ചാടിയ കൊല്ലം സ്വദേശി അൻസർ ചികിത്സയിൽ. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. പ്ലാറ്റ്ഫോമിലെ കമ്പിയിൽ തൂങ്ങാൻ ശ്രമിച്ച യുവാവിനെ താഴെയിറക്കി.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് കേട്ടോ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ പ്രധാന തലക്കെട്ടുകൾ. ഡൽഹി തന്നെയാണ് പ്രധാന. ഇവിടെ ഇർഷാദ് പുൽവട്ട, വിഷ്ണു, ലെനീഷ് ബാബു, ശ്രീജ അനിൽ, ഷഫീർ മണ്ണാർകട, റിൻസി മാനുൽ, ഷബീർ, ജിജു ഡാനിയൽ, പ്രവീൺ, സിജോ ജോസഫ്, ഗ്രേസി സെബാസ്റ്റ്യൻ ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിന്നെ കുറേ അധികം പ്രേക്ഷകർ പറയുന്നുണ്ട്, കുറേ അധികം പേരെ കാണാനില്ല, പെട്ടെന്ന് ഓടി വരണം. അപ്പോൾ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും പോവുകയാണ്. അവിടെ കേന്ദ്രത്തിൻ്റെ സമര പതാക, കേന്ദ്രത്തിനെതിരെ കേരളത്തിൻ്റെ സമര പതാക. ഡൽഹിയിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ സമര പോർമുഖം തുറന്ന് സംസ്ഥാന സർക്കാർ. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന മന്ത്രിസഭയും ഭരണപക്ഷ എംഎൽഎമാരും എംപിമാരും അണിചേർന്നു. കേരളത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ നയങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ജനാധിപത്യത്തിലെ ചരിത്ര ദിനമായി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമരമെന്നും വ്യക്തമാക്കി. We are seeing its manifestations around the country, especially in opposition-ruled states. We have all come together to register our strong protest against this and to preserve the federal structure of India. Today, we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the center-state relations. Thus, the 8th of February 2024 is going to be a red-letter day in the history of the Republic of India. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും രൂക്ഷ ഭാഷയിലാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ വിമർശിച്ചത്. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു, നിങ്ങളെ സമരത്തിൽ പങ്കെടുക്കാനോ കാണാനോ വന്നതാണോ? If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. കാൽനടയായാണ് കേരള ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എംഎൽഎമാരും എംപിമാരും സമരവേദിയിലേക്ക് എത്തിയത്. സമരത്തിന് തൊട്ടു മുൻപ് ലീഗ് എംപി അബ്ദുൽ വഹാബ് കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ. ആർക്കെ, എന്താണ് പ്രതിപക്ഷത്തിന് BJPക്കൊക്കെ രാഷ്ട്രീയ വിയോജിപ്പുണ്ടാകാം, പക്ഷേ ആ വേദി കൊണ്ട്, സദസ്സ് കൊണ്ട്, രണ്ട് മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം കൊണ്ട്, അവിടെ ഉയർന്ന വിമർശനങ്ങൾ കൊണ്ടൊക്കെ ഒരു പ്രൗഢമായ സമരവേദിയായി ജന്തർ മന്ദർ എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ആർക്കെ? ഒരു തർക്കമില്ല ആഷ്മി. കാരണം രാഷ്ട്രീയമായിട്ട് കേരള സർക്കാരും LDFും എന്താണ് ഉദ്ദേശിച്ചത്, അത് ഫലം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ കോൺഗ്രസ് ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ പാർട്ടികളും, കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ പാർട്ടികളും അവരുടെ പങ്കാളിത്തം കൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഇവിടെ ഉയർത്തിയ സന്ദേശം ഫെഡറലിസത്തിന് എതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് എതിരായാണ് ഈ സമരം എന്നുള്ളതാണ്. ഇതിന് ഒപ്പം നിൽക്കുന്നു, ഈ സന്ദേശത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവസാനം സംസാരിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി മാൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഈ നേതാക്കന്മാരുടെ പ്രസംഗം എല്ലാം ഇവിടെ പൂർത്തിയായത് എന്നതുകൂടി നമുക്ക് പറയാം. മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചത് കേന്ദ്രത്തിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനം, അത് രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ സ്വാഭാവികമാണ്. എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടികളെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ജന്തർ മന്ദറിലാണ് ആർക്കെ, അതുകൊണ്ടാണ് ഈ സൗണ്ട് അങ്ങനെ കയറി വരുന്നത്. ഞാൻ ആർക്കെ ഒരിക്കൽ കൂടി എത്താം എന്ന് കരുതുന്നു. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യവേദിയായി മാറി സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി പ്രതിഷേധം. കേരള സർക്കാരിന് പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രിമാർ അരവിന്ദ് കെജ്രിവാളും ഭഗവത് മന്നും തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജനും ജന്തർ മന്ദറിലെത്തി. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള, CPI നേതാവ് D രാജ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കപിൽ സിബൽ എന്നിവരും സമരവേദിയിലെത്തി. ഭിക്ഷയാചിക്കാൻ വന്നതല്ലെന്നും അവകാശം പിടിച്ചു വാങ്ങാൻ എത്തിയതെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ED അന്വേഷണം നടത്തി മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കാനാണ് കേന്ദ്ര നീക്കമെന്നും അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി KR ഗോപികൃഷ്ണൻ. किसी को भी कर दे, कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टालिन साहब को पकड़ के जेल में डाल देंगे, सीताराम मैया साहब को पकड़ के जेल में डाल देंगे, सुखविंदर जी को, किसी भी को भी पकड़ के जेल में डाल देंगे और सरकार गिरा देंगे.
हेमंत सोरेन साहब को जेल में डाला, उसके 48 घंटे तक ये लोग तोड़ने की कोशिश करते रहे, जेएमएम को तोड़ देते हैं। ये तो भगवान का भला और जेएमएम वालों का महान है, जेएमएम वाले जो टूटे नहीं इनके सामने। तो ये अब ये किसी भी को भी पकड़ के जेल में डाल देंगे, उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे। ये क्या चल रहा है इस देश के अंदर? KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇവിടെ EDയുടെ അഞ്ചാം വട്ടത്തെ നോട്ടീസ് കിട്ടി നിൽക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കുകൾ നിരത്തി ഏത് രീതിയിലാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് എന്ന് സ്ഥാപിച്ചെങ്കിലും രാഷ്ട്രീയമായി വളരെ അഗ്രസീവായി നേർക്കുനേർ രൂക്ഷ വിമർശനം നടത്തിയതും ഒരുപക്ഷെ ആ വേദിയുടെ ഒന്നാകെ രാഷ്ട്രീയ ആകർഷണമായതും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗമാണ് എന്ന് പറയേണ്ടി വരും. ഗോപികൃഷ്ണൻ. ഹാഷ്മി, അങ്ങനെ പറയാം. മാത്രമല്ല ഹാഷ്മി, നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരളം ഉയർത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാനം തന്നെ മാറിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഭഗവന്ത് മാനിൻ്റെയും സാന്നിധ്യം, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ സാന്നിധ്യം, അതിന് പുറമെ സമാജ്വാദി പാർട്ടിയുടെ കപിൽ സിബൽ വന്നിരിക്കുന്നു. DMKയെ പ്രതിനിധീകരിച്ച് തമിഴ്നാട്ടിലെ മന്ത്രിയായ പളനി ത്യാഗരാജൻ വന്നിരിക്കും. അങ്ങനെ ഇത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേരളത്തിന്റെ ഒരു കേവല പ്രതിഷേധം എന്നതിനപ്പുറത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കൂട്ടായ്മയുടെ അതിന്റെ ഒരു ശക്തി പ്രകടനമായി ഈ പ്രതിഷേധത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വിജയമായി ഇതിനെ കാണേണ്ടത്. CPM അതിനെ ആ നിലയ്ക്കാണ് വിലയിരുത്തുന്നത്. നേരത്തെ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശക്തമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങൾക്കെതിരെ നേതാക്കൾ പ്രതികരിച്ചതും പ്രസംഗത്തിൽ അവർ പരാമർശങ്ങൾ നടത്തിയതും. അതിലൊന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ സംസ്ഥാനങ്ങളെ തഴയുന്ന, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കി ഇല്ലാതാക്കുന്നു എന്നത് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി പക തീർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് തനിക്കെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. തന്നെയും പിണറായി വിജയനുമൊക്കെ ജയിലിലിട്ട് കളയാം എന്നുള്ള ആലോചനയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നലാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അവിടെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രതിരോധത്തിന്റെ പ്രതികരണത്തിന്റെ പ്രസക്തി എന്ന് സൂചിപ്പിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആകർഷണമായി അരവിന്ദ് കെജ്രിവാളിന് താൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലൂടെ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ അതിനുമപ്പുറം വിശാലമായ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ പ്രതിഷേധത്തിന് കൈവന്നിട്ടുണ്ട്. അത് ഇത്രയധികം BJP വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളെ ഒന്നിച്ചണിനിരത്താൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇടതുമുന്നണി ഇതിനെ ഒരു രാഷ്ട്രീയ സമരമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നായി ജന്തർ മന്ദിറിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരള സർക്കാരിന്റെ പ്രതിഷേധം മാറി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് സംസ്ഥാനങ്ങളും രാജ്യവും തമ്മിലുള്ള കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ അവതാളത്തിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടികളാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാർ എന്നൊരു പദം തന്നെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് അത് യൂണിയൻ സർക്കാർ എന്ന് പ്രയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയത്. മാത്രമല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഹൈ ഹാൻഡഡ്നെസ്, അവരുടെ ഒരു അധികാര കയ്യേറ്റം സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പല വഴിക്ക് സാമ്പത്തികമായി സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന നികുതി വിഹിതം വെട്ടിക്കുറച്ചും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചും സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളെ ബ്രാൻഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടും അങ്ങനെ പല തലങ്ങളിലും പല തരത്തിലും സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളെ, അവരുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനെ, അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന വളരെ ഗൗരവമേറിയ വിമർശനങ്ങളാണ് ഇന്ന് വേദിയിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു പിന്നീട് സംസാരിച്ച DMK പ്രതിനിധി പളനി ത്യാഗരാജനും അതോടൊപ്പം തന്നെ പിന്നീട് ഫറൂഖ് അബ്ദുള്ളയും അതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളും. അങ്ങനെ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് അതിന്റെ രാഷ്ട്രീയ പ്രസക്തിയെ ഉച്ചസ്ഥായിയിൽ എത്തിക്കാൻ ഈ പ്രതിഷേധത്തിന് കഴിഞ്ഞു എന്നത് CPM വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾക്ക് അതിന്റെ രാഷ്ട്രീയ പ്രസക്തിയുമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കേവല സമരം എന്നതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPക്കെതിരെ NDAക്കെതിരെ ഉയരുന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധമാക്കി ജന്തർ മന്ദിറിലെ സമരം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. ഹാഷ്മി. ഗോപികൃഷ്ണൻ, ഇപ്പോൾ തമിഴ്നാട് ധനമന്ത്രി സംസാരിക്കുന്നത് കേരളത്തെക്കുറിച്ചല്ല, തമിഴ്നാട് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഭഗവന്ത് മാൻ സംസാരിക്കുന്നത് കേരളത്തെക്കുറിച്ചല്ല, പഞ്ചാബിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്നതും കേരളത്തിൻ്റെ സമരത്തെക്കുറിച്ചല്ല, എന്താണ് ഡൽഹിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഓരോരോ മുഖ്യമന്ത്രിമാർക്ക് അതത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ
ഒരു രോഷമണപൊട്ടി ഒഴുകൽ, ഇവരൊക്കെയും രൂക്ഷമായ ഭാഷയിൽ തന്നെ സംസാരിച്ചു. ഒരു രോഷമണപൊട്ടി ഒഴുകുന്ന ഒരു വേദി കൂടിയായി ഒരു അത്തരത്തിലൊരു പ്രതിപക്ഷ ഐക്യ സമരം കേവലം ഒരു ദിവസത്തെ സമരത്തിനപ്പുറം ഒരുപക്ഷെ അതിന് പ്രത്യാഘാതങ്ങൾ തുടർ ദിവസങ്ങളിലും ഉണ്ടാകാനിടയുള്ള ഒരു മൂവായില്ലേ ഇന്നത്തെ ഡൽഹിയിലെ സമരം? കെ ആർ റോബീഷൻ. ഉറപ്പായിട്ടും അതെ ഹാഷ്മി. ഈ സമരത്തിന്റെ അന്തസത്തയെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ വിഭജിക്കുന്നതോ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വിഭജനത്തെ മൂർച്ചപ്പെടുത്തുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു കുൽസിതമായ താല്പര്യത്തോടു കൂടി നടത്തപ്പെടുന്നതല്ല, മറിച്ച് അതാത് സംസ്ഥാനങ്ങൾ കേന്ദ്ര അവഗണനയ്ക്ക് ഇരയാക്കപ്പെടുകയും അതെല്ലാം തന്നെ NDA ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ അവഗണന അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനെതിരായി സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരണം എന്നതാണ്. ഈ സമരത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇങ്ങനെ സംസ്ഥാനങ്ങൾ വ്യക്തിഗതമായി അതാത് സംസ്ഥാനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തികവും അല്ലാതെയുമുള്ള രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് എല്ലാവരും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ ഹാഷ്മി നടത്തിയിട്ടുള്ള നിരീക്ഷണം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ ഡൽഹിയെക്കുറിച്ച്, DMK പ്രതിനിധിയായ പളനി ത്യാഗരാജനാണെങ്കിൽ തമിഴ്നാടിന് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ ഓരോരുത്തരും അതത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിടുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തി അതൊരു രോഷപ്രകടനമായി അവരുടെ പ്രസംഗങ്ങൾ മാറുന്നത് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടു. സ്വാഭാവികമായും ഇതൊരു BJP വിരുദ്ധ NDA വിരുദ്ധ രാഷ്ട്രീയ ചാലക ശക്തിയായി ഒരു ഐക്യ രൂപമായി ഈ പ്രതിഷേധങ്ങൾ മാറാനുള്ള സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിലും അതിശക്തമായി നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും വിവിധ ദേശീയ അന്വേഷണ ഏജൻസികളും നടത്തുന്ന അന്വേഷണത്തിന്റെ ഗതി നമുക്ക് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിലെല്ലാം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിലെ പുതിയ ഡെവലപ്മെന്റ് ഒക്കെ തന്നെ ഈ രാഷ്ട്രീയമായ പ്രതിഷേധത്തിനും ഈ രോഷപ്രകടനത്തിനും ഒക്കെ അതിനൊരു തുടർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതിന് വിത്തുപാകുന്ന ഒന്നായി ഇന്ന് ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രതിഷേധത്തെ ചരിത്രപരമെന്നും ഇത് രാജ്യത്തിന് വഴികാട്ടുന്ന കേരളത്തിന്റെ പ്രതിഷേധമാണ് എന്നും വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് കേരളത്തിന്റെ പ്രതിഷേധത്തെ രാജ്യം ഏറ്റെടുക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ വ്യാഖ്യാനമായിരിക്കും സ്വാഭാവികമായും ഇനി CPM ഈ സമരത്തിന് നൽകാൻ പോവുക. കെ ആർ ഗോപീഷാണ് ജന്തർ മന്ദറിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഭഗവത് മാനും സമരവേദി വിട്ടുപോയി. അങ്ങനെ കേരളത്തിൻ്റെ സമരം എന്നതിലുപരി പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ഒന്നാകെ കൂട്ടായ ഒരു സമരം എന്ന നിലയ്ക്ക് ജന്തർ മന്ദറിലെ ആ സമരം പരിണമിക്കുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ കാണുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹി സമരത്തോട് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് വിരുദ്ധ സമീപനമാണ്. ഡൽഹി സമരത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തെ പിന്തുണച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചരണമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം സംസ്ഥാന കോൺഗ്രസ് നിന്നില്ലെന്ന വിമർശനം LDF ശക്തമാക്കിയിരിക്കെയാണ് ഡൽഹി സമരത്തെ പിന്തുണച്ച AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയത്. കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നു. हर स्टेट में डिस्क्रिमिनेशन हो रहा है. कर्नाटक है, आंध्रा है, तेलंगाना है, केरला और कर्नाटक सभी ऐसे जो नॉन BJP स्टेट्स जो है उनको निग्लेक्ट किया जा रहा है. ഖാർഗെയുടെ പിന്തുണ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ഊതിപ്പെരിപ്പിച്ച കണക്കു മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് അടുക്കണതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് 5 കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട് ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്ന് UDF കൺവീനർ MM ഹസൻ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം ന്യായമാണെന്നും കേരളത്തിന്റെ സമരവുമായി അതിനെ താരതമ്യം ചെയ്യരുതെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരം രാഷ്ട്രീയ നാടകമെന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരന്റെ വിമർശനം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞ 7 കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളായിട്ടൊന്നും പറയാനില്ലാത്ത ഇടതുമുന്നണി ദുർഭരണത്തിന്റെ പഴി സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ പതിക്കാതിരിക്കാൻ. ബൽറാം തുടങ്ങിയാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ബൽറാം, എന്തായാലും സംസ്ഥാനം കരുതിയതിലും വലിയ സമരമായി ജന്തർ മന്ദറിലെ സമരം മാറുന്നുണ്ട്. അത് ഡൽഹിയിലെ ഇതര രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഹാഷ്മി,
സംസ്ഥാന സർക്കാർ ഈ സമരം ഡൽഹിയിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് ഒരു പ്രതിപക്ഷ സർക്കാരുകളെ കൂടുതൽ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഇതിലേക്ക് സമരത്തിനായി മറ്റ് പാർട്ടികളെ ഉൾപ്പെടെ ക്ഷണിച്ചിരുന്നത്. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കും ക്ഷണക്കത്ത് അയക്കുകയായിരുന്നു. പാർട്ടികൾ എന്നതിലുപരിയായി വിവിധ സർക്കാരുകൾ, പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം തന്നെ ശബ്ദമായി ഈ സമരവേദിയെ മാറ്റാനാണ് ലക്ഷ്യം വെച്ചത്. അതിലെന്തായാലും ഇപ്പോൾ 3 സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായുള്ള മുഖ്യമന്ത്രിമാർ തന്നെ ഈ സമരവേദിയിൽ എത്തി. ഒപ്പം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധി, മുഖ്യമന്ത്രി രാജ്യത്തില്ലാത്തതിനാൽ തന്നെ മന്ത്രിയെ ഈ സമരവേദിയിലേക്ക് അയച്ചുകൊണ്ട് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ മറ്റ് പ്രതിപക്ഷ നേതാക്കളും എത്തി ഈ പ്രതിഷേധ വേദിയിൽ. ഇവരെല്ലാം തന്നെ തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ കൃത്യമായ ആവശ്യങ്ങൾ അടക്കമുള്ളവ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ദേശീയ മുഖങ്ങൾ തന്നെ. സർ, how do you look into this? What? The whole state government is protesting it. नहीं, इट्स नॉट. देखिए, ये प्रोटेस्ट नहीं है. ये प्रोटेस्ट नहीं है. ये लोगों को जानकारी देने के लिए ये कार्यक्रम किया गया है. ख़ास तौर पे क्योंकि जो हमारा जो संघीय ढांचा है उसके ऊपर इतना प्रहार है, चाहे वो आर्थिक स्थिति के बारे में हो या राजनीतिक स्थिति में बारे हो. हर जगह जहाँ जिस देश में जो गिनी चुनी सरकारें हैं उनको गिराया जाए, और आपको मालूम है कि कैसे गिराया जाए, वो इसका मतलब है कि संघीय ढांचा ये ख़त्म करने के लिए बिल्कुल तैयार हैं. और अगर इनको खुदा न खास्ता बहुमत मिला तो ये संविधान को भी बदल सकते हैं. तो मतलब कहने का ये है कि ये प्रोटेस्ट के तौर पे नहीं आप इसको समझिए. केवल ये बताना जनता को कि हो क्या रहा है इस देश में, किस तरह से इलेक्ट्रल बॉन्ड्स का दुरुपयोग होता है, किस तरह से ईडी का दुरुपयोग होता है, किस तरह से लोगों की गिरफ्तारी होती है. उन्हीं लोगों की गिरफ्तारी होती है जो विपक्ष में हैं. किस तरह से अपने लोगों के खिलाफ कोई ईडी नहीं जाता, कभी रेड नहीं होती, चाहे वो सीबीआई की रेड हो, चाहे एनफोर्समेंट डायरेक्टरेट की रेड हो. जो इनके जो लोग हैं जिनके खिलाफ केसेस हैं उनसे कभी कोई पूछताछ नहीं होती. और जो विपक्ष के लोग हैं उनको किसी तरीके से जेल में डालकर कोशिश होती है कि वो बाहर नहीं आए. तो फिर अगर देश के जो हमारे जो मानवाधिकार हैं उसके ऊपर ही इतना ज़्यादा प्रहार होगा तो फिर लोकतंत्र है कहाँ? सर आप लगातार विपक्ष की एकजुटता की वकालत भी करते हो और शामिल भी होते हैं, लेकिन यहाँ जो मुख्य विपक्षी पार्टी जिसमें आप लंबे वर्षों तक रहे भी है, कांग्रेस नहीं हिस्सा ले पाई के. ये तो उनसे पूछिए भाई. मैं तो കപിൽ സിബൽ 24 സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമരത്തിൽ കപിൽ സിബൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഡൽഹിയിലെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ അറിയപ്പെടുന്ന പ്രതിപക്ഷ മുഖങ്ങളെയൊക്കെ അണിനിരത്താൻ സംസ്ഥാനത്തിന് ജന്തർ മന്തർ സമരത്തിന് കഴിഞ്ഞു. വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് 14 സെക്കൻഡാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഒരു പൊളിറ്റിക്കൽ ചാർജ് ദിവസമാണ്. അതായത് ഇപ്പോൾ സീതാറാം യെച്ചൂരി ആ വേദിയിൽ സംസാരിക്കുകയാണ്. Prime Minister should understand what is India's geography. Mr. Kejriwal is not south. Mr. Maan is not south of Punjab. Mr. Farooq Abdullah from Kashmir is not south. भूगोल का जरा परिचय प्रधानमंत्री को करवाने की जरूरत है, क्योंकि वो शायद भारत का भूगोल नहीं जानते. ये दक्षिण उत्तर का नहीं है लड़ाई, ये लड़ाई है हमारी हकों का. हमारी बुनियादी हक है और ये हक हमें हमारा संविधान देता है. It is the Constitution of India that gives us this right. That is, India is a union of states. Without the states, there is no union. Now you are going to have, according to Prime Minister Modi, you are going to have only the union and no states. Reduce the states to come to the center with a begging bowl for their due share. This is not. എല്ലാം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ സൗത്തിലെ മുഖ്യമന്ത്രിയല്ല, ഭഗവന്ത് സിംഗ് മാൻ സൗത്തിലുള്ള മുഖ്യമന്ത്രിയല്ല, ഫറൂഖ് അബ്ദുള്ള സൗത്തിൽ നിന്നുള്ള നേതാവല്ല എന്നൊക്കെ പറയുകയായിരുന്നു സീതാറാം യെച്ചൂരി. സമരം ചെയ്യുന്നത് സത്യത്തിന് വേണ്ടിയാണ് എന്നുകൂടി സീതാറാം യെച്ചൂരി അവിടെ പറഞ്ഞു വെക്കുകയാണ്. ജന്തർ മന്ദറിൽ കേരളത്തിൻ്റെ സമരവേദി പ്രൗഢമായി അങ്ങനെ പുരോഗമിക്കുകയാണ്. മോദി സർക്കാരിനെതിരെ കരിമ്പത്രം പുറത്തിറക്കി കോൺഗ്രസ്. UPA കാലത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയ്ക്കെതിരെ ധവളപത്രമിറക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കരിമ്പത്രമിറക്കി കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണവീഴ്ചകളാണ് കരിമ്പത്രത്തിലുള്ളത് എന്ന് ധവളപത്രം പുറത്തിറക്കി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു.
एमएलए को 10 साल में उन्होंने अपने तरफ लिया। अब मैं ये नहीं कहता कितना पैसा दे के खरीदे क्या करे वो नहीं, लेकिन आपको तो मालूम है कितने सरकारें हमारे इलेक्टेड थे, जैसा कि मध्य प्रदेश, कर्नाटक, मणिपुर, गोवा, उत्तराखंड, ये सब आप जानते हैं कैसे गिरे ये, कि उनको इसमें ये डेमोक्रेसी को ख़त्म करना उनका काम है। हम तो ये चाहते हैं कि जनता की भलाई के लिए इन्हों जो काम करना चाहिए वो काम नहीं हुआ, इसीलिए ये हमारा ब्लैक പേപ്പർ हम आपको प्रेजेंट कर। തന്റെ ഭരണ നേട്ടങ്ങൾക്ക് കണ്ണു തട്ടാതിരിക്കാനുള്ള കറുത്ത പുള്ളി മാത്രമാണ് കരിമ്പത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. വിവരങ്ങളുമായി നിതിൻ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതിന് കോൺഗ്രസിന് മറുപടി, അവിടെ ധവളപത്രം, ഈ കരിമ്പത്രം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വൈബിലേക്ക് വീണു കഴിഞ്ഞു. നിതിൻ. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരു പ്രചരണത്തിന്റെ എല്ലാ തിരക്കിലേക്കും കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും കടന്നു കഴിഞ്ഞു. ഇതിന് മുന്നോടിയായിട്ടാണ് UPA സർക്കാരിന്റെ കാലത്തെയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മോദി സർക്കാരിന്റെ കാലത്തെയും സാമ്പത്തിക സ്ഥിതി താരതമ്യപ്പെടുന്ന ഒരു ധവളപത്രം ഇന്ന് പാർലമെന്റിൽ എത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ കരിമ്പത്രം പുറത്തിറക്കി ഒരു ബദൽ മാർഗം തന്നെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പത്രത്തിൽ പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം തന്നെ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും സാമ്പത്തിക സ്ഥിതി മോശമായ സാഹചര്യം മാത്രമല്ല, തൊഴിലില്ലായ്മ നിരക്ക് അതിന്റെ ഉയർച്ചയിലെത്തുന്നു. കൂടാതെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. മാത്രമല്ല 10 വർഷത്തിനിടെ 411 MLA-മാരെ മറുകണ്ഠം ചാടിച്ച് സർക്കാരുകളെ അട്ടിമറിക്കുന്ന ഒരു നില സ്വീകരിക്കുന്നു. അത്തരത്തിൽ തൊഴിലില്ലായ്മ നിരക്ക്, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, ഇതടക്കമുള്ള ഒരു അനീതിയുടെ 10 വർഷം എന്ന ഒരു പത്രമാണ്, അല്ലെങ്കിൽ അത്തരമൊരു കരിമ്പത്രമാണ് ഇന്ന് കോൺഗ്രസ് പുറത്തിറക്കിക്കുന്നത്. ഈ പത്രത്തിലെല്ലാം തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ എത്തരത്തിലാണ് പ്രധാനമായും സാമ്പത്തികമായി തന്നെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നിപ്പോൾ ധവളപത്രത്തിന് ബദലായി കോൺഗ്രസിന്റെ ഒരു കരിമ്പത്രം ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രചരണമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകും. കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അവഗണിക്കുന്നു എന്ന് മല്ലികാർജുൻ ഖാർഗെ ഇന്ന് പ്രത്യേകം തന്നെ കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പരാമർശം നടത്തുന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ സമരം ഇപ്പോൾ ജന്തർ മന്ദിറിൽ പുരോഗമിക്കുമ്പോഴാണ് കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞുള്ള ഇത്തരമൊരു പ്രതികരണം മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ഫെഡറലിസത്തിലുള്ളൊരു നയം എത്തരത്തിലാണെന്നതും ഈ അനീതിയുടെ 10 വർഷം എന്ന കരിമ്പത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇത് പ്രചരണമാക്കുന്നത് എന്ന് ഇനിയുള്ള ദിവസത്തിൽ തന്നെ പ്രകടമാണ്. കാരണം ശക്തമായി തന്നെ ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലടക്കം പ്രചരണമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്തായാലും കേരളത്തിന്റെ സമരം മുന്നോട്ട് പോകുന്നു. ഇതിന് മുന്നോടിയായിട്ട് തന്നെയാണ്, ഇതിന് ഒപ്പം തന്നെയാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ഒരു വിമർശനം മല്ലികാർജുൻ ഖാർഗെയും ഉന്നയിച്ചിരിക്കുന്നത്. UPA സർക്കാരിന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വൈറ്റ് പേപ്പറിന് മറുപടിയായാണ് BJP NDA സർക്കാരിന്റെ 10 വർഷത്തെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ ബ്ലാക്ക് പേപ്പർ. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം. മാർക്കറ്റ് വ്യൂ ക്രിസ്റ്റിന ചെറിയാൻ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ധനനയ പ്രഖ്യാപനത്തിൽ തളർന്ന വിപണികൾ. പലിശ നിരക്ക് ഉടൻ താഴ്ത്തില്ലെന്ന സൂചനകൾ നിരാശാജനകം. സെൻസെക്സ് 700 പോയിന്റിലേറെ താഴ്ന്നു. നിഫ്റ്റി 21,800 താഴെ. ബാങ്ക്, ഓട്ടോ ഓഹരികൾക്ക് തകർച്ച. തുടർച്ചയായ 6ാം തവണയും അടിസ്ഥാന നിരക്ക് മാറ്റാതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. രാജ്യം മികച്ച വളർച്ചാ പാതയിലെന്ന RBI ഗവർണർ ശക്തികാന്ത ദാസ്. ഡേറ്റാ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ RBIയുടെ ക്ലൗഡ് സംവിധാനം. അവശ്യ സേവനങ്ങൾക്കുള്ള UPI പണമിടപാട് പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്താൻ നിർദ്ദേശം. എല്ലാവർക്കും ഇൻഷുറൻസ് ഉറപ്പാക്കാനുള്ള നിർദ്ദേശവുമായി ഇൻഷുറൻസ് നിയന്ത്രിതാവ്. എല്ലാ മേഖലകളിലും കവറേജ് പരിഷ്കരിക്കാൻ നിർദ്ദേശിച്ച IRDA. ഗ്രാമീണ, സാമൂഹിക, തേർഡ് പാർട്ടി ബാധ്യതകളുടെ മാനദണ്ഡങ്ങൾക്ക് കീഴിൽ നിർബന്ധിത കവറേജ് ഉയർത്താൻ നിർദ്ദേശം.
ലോറിയൽ മേധാവി ഫ്രാങ്കോയിസ് ബെറ്റൻകോട്ട് ലോകത്തിലെ ഏറ്റവും ധനിക വനിതയെന്ന് റിപ്പോർട്ട്. $80.5 ബില്യൺ ആസ്തിക്കുടമയാണ് ഫ്രാങ്കോയിസ് എന്ന സ്ലിംഗോ റിസർച്ച് പട്ടിക. $59 ബില്യൺ ആസ്തിയോടെ കോച്ച് ഇൻഡസ്ട്രീസിന്റെ ജൂലിയ കോച്ച് വനിതാ സമ്പന്നരുടെ പട്ടികയിൽ രണ്ടാമത്. സ്ത്രീ ശതകോടീശ്വരർ ഏഴയും ഫാഷൻ റീറ്റെയിൽ മേഖലകളിൽ നിന്നെന്ന പഠനം. ഏറ്റവും അധികം വനിതാ ശതകോടീശ്വരർ ഫ്രാൻസിൽ നിന്ന്. ഇന്ത്യക്ക് 3-ാം സ്ഥാനം. പുത്തൻ ഡിസൈൻ ഉപകരണങ്ങളുടെ പണിപ്പുരയിലാണ് ആപ്പിൾ എന്ന റിപ്പോർട്ട്. ക്ലാംഷെൽ മോഡൽ ഐഫോണും അടക്കാവുന്ന ഐപാഡും വികസന ഘട്ടത്തിൽ. സാംസങ് ഫ്ലിപ്പ് ഫോൾഡ് മാതൃകയിലുള്ള ഫോണുകളുടെ ഒന്നിലേറെ പ്രോട്ടോടൈപ്പുകൾ തയ്യാറെന്ന് ദ ഇൻഫോർമേഷന്റെ റിപ്പോർട്ട്. ഇന്ന് RBIയുടെ ധനനയ പ്രഖ്യാപനത്തിൽ വായ്പാ ഇടപാട് നടത്തുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളൊരു വായ്പ എടുക്കുമ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ചാർജായിട്ടൊക്കെ ഒരു ഫീസ് ഈടാക്കാറുണ്ട്. പക്ഷേ ചില ഒളിച്ചുള്ള ഫീസുകളും ബാങ്കുകളും നമ്മളോട് ഈടാക്കാറുണ്ട്. അതായത് വായ്പ നമ്മൾ അടച്ചു പോകെ നമ്മളോട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ചാർജുകൾ പല ബാങ്കുകളും ഈടാക്കാറുണ്ട്. അവരുടെയൊക്കെ ചെവിക്ക് പിടിക്കുകയാണ് RBI. അതുകൊണ്ട് ഇനി ഈ പറയുന്ന ഫീസുകളിൽ ഒരു ഒളിച്ചുകളിയും വേണ്ട. ഒരു ലോണിനായി ഒരു ഉപയോക്താവ് ബാങ്കിൽ എത്തുമ്പോൾ അതിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഏതൊക്കെ ഫീസുകളുണ്ട് അത് എപ്പോഴൊക്കെ കളക്ട് ചെയ്യും ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഈ ഉപഭോക്താവിനോട് പറയണം. അതേപോലെ തന്നെ ഒരു തരത്തിലും ഒരു ഹിഡൻ ചാർജസും ഉണ്ടാകരുത്. കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഇനി ബാങ്കുകൾ ഉപഭോക്താവിന് അറിയിക്കണം എന്ന ഒരു പ്രഖ്യാപനം റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ സുതാര്യത ഇക്കാര്യത്തിൽ ഉറപ്പാക്കാനായിട്ട് സാധിക്കും ഈ ഒരു നടപടി മൂലം. ഇനി ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ ധനനയം വിപണിയെ ഏറെ നിരാശപ്പെടുത്തി. കുറെ കാലം കൂടി എന്തായാലും പലിശ കുറയ്ക്കില്ല എന്നൊരു സൂചന തന്നെയാണ് ശക്തികാന്ത ദാസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായ്പകളുടെ പലിശ കുറയില്ല, ഇനി വായ്പാ ചെലവിൽ ഒരു കുറവ് വരില്ല എന്ന്, നിക്ഷേപം കുറയ്ക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുകളുണ്ട്. ദേശീയ ഓഹരി വിപണി ഇപ്പോൾ 140 പോയിന്റ് താഴ്ന്ന് 21,789 വ്യാപാരം നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മൂക്കുകുത്തി ഈ പറയുന്ന നിഫ്റ്റി, ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ താഴേക്ക് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും 71,622 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. 527 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം തുടരുന്നത്. ഡോളറിനെതിരെ രൂപയ്ക്ക് ഒരു 4 പൈസ നേട്ടമുണ്ടായിട്ടുണ്ട്. നമുക്ക് വിപണി വിശകലനത്തിനായി നമ്മോടൊപ്പം അതിഥിയുണ്ട്. ശ്രീ പ്രിൻസ് ജോർജ് ആണ്, MD DBFS. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഈ പറയുന്ന ധനനയം വന്നത്, ധനനയ പ്രഖ്യാപനത്തിൽ ഈ പറയുന്ന പലിശ നിരക്കിനപ്പുറമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. UPAയുമായി ബന്ധപ്പെട്ടും ഈ വായ്പാ ഇടപാടുകൾ സുതാര്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറമായി ബാങ്കിങ് മേഖല ഒട്ടും സന്തോഷത്തിലല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ബാങ്ക് ഓഹരികളും വളരെ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവിൽ ഈ ബാങ്കിങ് മേഖലയുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? അതായത് സമീപ ഭാവിയിൽ എന്തായാലും പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന വാർത്ത, അതേപോലെ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഫിൻടെക് മേഖലയ്ക്ക് വരുന്നു എന്ന വാർത്ത, യെസ് ബാങ്കിന്റെ ഓഹരികളും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ റിസർവ് ബാങ്കിന്റെ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ അത്ര നെഗറ്റീവായിട്ടുള്ള ഒരു പോളിസി ഒന്നും ആയിരുന്നില്ല. ശരിയാണ്, ആളുകൾക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം കുറയ്ക്കില്ലെങ്കിലും സമീപ ഭാവിയിൽ തന്നെ കുറയ്ക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം റിസർവ് ബാങ്ക് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുണ്ടായില്ല എന്നുള്ള ഒരു ചെറിയ നിരാശ മാത്രമേ ഉള്ളൂ. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാർക്കറ്റുകൾ താഴേക്ക് വന്നതെന്നുള്ളതാണ്. മാർക്കറ്റുകൾ താഴേക്ക് വന്നത് കൂടുതലും ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ്. അതായത് റിസർവ് ബാങ്കിൻ്റെ പോളിസിയിൽ പ്രത്യേകിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ കാരണങ്ങളില്ലായിരുന്നു. മാർക്കറ്റിൽ തന്നെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഓവർബോട്ട് സിറ്റുവേഷൻ, അതായത് ഈ മിഡ് ക്യാപ്പ് ഓഹരികളിലൊക്കെ വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോയതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കിതപ്പ് മാർക്കറ്റിനുണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ആവശ്യകതയുണ്ടായിരുന്നുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. ഇനി റിസർവ് ബാങ്കിൻ്റെ പോളിസി അനൗൺസ്മെൻറ്റുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അവർ ഈ പേയ്മെൻറ്റ് ബാങ്കുകളെയും അതുപോലെ തന്നെ ഫിൻടെക് എനേബിൾഡ് കാര്യങ്ങളെപ്പറ്റി വളരെ നിശിതമായിട്ടുള്ള ഒരു വിമർശനം അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് സമീപകാലത്ത് പേടിഎം പോലെയുള്ള ഒരു ഓഹരിക്ക് വലിയ ഇടിവുണ്ടായതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു, അവരുടെ പേയ്മെൻറ്റ് ബാങ്കുകളുടെ കംപ്ലയൻസ് ലെവൽസ് കുറവാണെന്നുള്ളത്. അപ്പോൾ അത് ടൈറ്റൺ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റിൻ്റെ റേറ്റും കുറച്ച് കൂടും എന്നുള്ളൊരു സൂചന റിസർവ് ബാങ്ക് ഗവർണറുടെ പ്രസ് കോൺഫറൻസിലുണ്ടായി. അപ്പോൾ ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റി പൊതുവേ കുറച്ച് കുറയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ബാങ്കിങ് ഓഹരികളിൽ താഴേക്ക് വന്നത്. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇന്നും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിനിടയ്ക്കുള്ളൊരു പ്രത്യേക കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് വിലയിരുത്തിയാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് മാർക്കറ്റ് വളരെ പെട്ടെന്നൊന്നും ഇപ്പോൾ മുകളിലേക്കൊന്നും പോകത്തില്ല. എല്ലാവരും നല്ല ഒരു ഇലക്ഷനും അതുപോലെ തന്നെ നല്ലൊരു എക്കണോമിയൊക്കെ പറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റിന് ഒത്തിരി ഹേർഡിൽസ് ഉണ്ട്. 22,000 കടന്ന് പെട്ടെന്ന് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ചില സാഹചര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാൽ മാർക്കറ്റ് കുറച്ചുകൂടെ താഴേക്ക് പോകാനുള്ള ചാൻസാണ് കൂടുതലായിട്ടുള്ളത്.
ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും ഇനി വായ്പ എടുക്കുമ്പോൾ ഈ കേന്ദ്ര ബാങ്കിന്റെ നിർദ്ദേശം ബാങ്കുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളോട് ഹിഡൻ ചാർജസ്, ഒളിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ചാർജ് അവർക്കിനി ഈടാക്കാനാവില്ല. മാർക്കറ്റ് വ്യൂവിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. ബാക്ക് ടു ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. യെസ്, വെൽക്കം പക്ഷേ അതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സമയം 1:23 പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും കരുതുകയാണ്. രഘുനന്ദൻ പറയുന്നു, കോൺഗ്രസിന് കേന്ദ്ര നേതൃത്വം ഒരു നിലപാടും സംസ്ഥാന നേതൃത്വം മറ്റൊരു നിലപാടും എടുത്താൽ കോൺഗ്രസിന് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് രഘുനന്ദൻ തിരുമലവരം ചോദിക്കുന്നു. ഇർഷാദ് പുൽവട്ട പറയുന്നു, ആഷ്മി, അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മമതയെ ക്ഷണിക്കാതിരിക്കുകയും ക്ഷണിച്ചിട്ടും കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുകയും ചെയ്തൊഴിച്ചാൽ പ്രതിപക്ഷ ഐക്യം കണ്ട സമരം എന്ന് പറയുന്നു. അത് റീസണബിളായുള്ള കമൻ്റാണ് ഇർഷാദ്. അങ്ങനെ കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് അനുകൂലമായിട്ടും സമരത്തിനെതിരെയും അനുകൂലമായിട്ടും ഒക്കെ ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഉറപ്പായും രാഷ്ട്രീയ കമൻറ്റുകളാണ്, എല്ലാം നമുക്ക് വായിക്കാൻ കഴിയുകയുമില്ലെങ്കിൽ കൂടിയും എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പല നിലപാടുള്ളവരാണ്, പല രാഷ്ട്രീയമുള്ളവരാണ്. അത് പ്രതിഫലിക്കുന്ന കമൻറ്റ് ബോക്സിൽ നല്ലത്. ഓയൂരിൽ കുറ്റപത്രം. കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. സാമ്പത്തികം ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലെന്നാണ് കുറ്റപത്രം. കഴിഞ്ഞ നവംബർ 27-നാണ് കൊല്ലം ഓയൂരിൽ നിന്ന് 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. 2 മാസത്തിനു ശേഷമാണ് അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയുടെയും സഹോദരന്റെയും മൊഴികളാണ് കേസിലെ പ്രധാന തെളിവുകൾ. സാമ്പത്തികമായിരുന്നു പ്രതികളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. CCTV ദൃശ്യങ്ങളും ഫോൺ വിളികളും റെക്കോർഡുകളും പ്രതികളുടെ ഉദ്ദേശം വെളിവാക്കുന്നതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 160 സാക്ഷികളും 180 തൊണ്ടിമുതലുകളുമാണ് കേസിൽ തെളിവായുള്ളത്. മറ്റു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. കൊട്ടാരക്കര DCRB മുൻ ഡിവൈഎസ്പി MM ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുറ്റപത്രം നൽകിയത്. 24 കൊല്ലം. ഇപ്പോൾ ഇന്ന് വാർത്ത എന്താണ്, വടകര സ്വദേശി ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. എന്താണ്, ഇയാളിൽ നിന്ന് സ്വർണം സ്വീകരിക്കാനെത്തിയ കോഴിക്കോട് നാദാപുരം സ്വദേശി പിടിയിലായിട്ടുണ്ട്. ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണ്ണക്കടത്തിന് 847 ഗ്രാം സ്വർണ്ണവുമായി കോഴിക്കോട് വടകര സ്വദേശി അനസ്, 24 വയസ്സേ ഉള്ളൂ. കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. അത് വലിയ വാർത്തയല്ല എന്ന് പറഞ്ഞാൽ സ്ഥിരം ആവർത്തിക്കുമ്പോൾ വാർത്തയല്ലാതാവും എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് കൊണ്ടുവന്ന ആനയ്ക്ക് ക്രൂരമർദ്ദനം. ജയലളിത നടത്തിയിരുത്തിയ കൃഷ്ണ എന്ന കൊമ്പനെയാണ് പാപ്പാൻ മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നു. സൂരജ് സജിയാണ് വാർത്തകൾ വിവരങ്ങളുമായി. സൂരജ്, അയ്യോ, എന്തിനാണ് സൂരജ് ഇങ്ങനെ അടിക്കുന്നത്? ഏതോ 1-2 പേർ കണ്ടു നിൽക്കുന്നുണ്ട്. കുത്തുനോക്കിയുണ്ട് അയാൾ. ഹാഷ്മി, എന്തായാലും അതിക്രൂരമായ മർദ്ദനം അല്ലെങ്കിൽ ക്രൂരമായ പീഡനം അതാണ് ഈ ആനയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. രാവിലെ ശീവേലിക്ക് എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്താണ്, അതായത് ഗുരുവായൂരപ്പന്റെ ശീവേലിക്ക് വേണ്ടി എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്ന ആനയ്ക്കാണ് രാവിലെ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ പറമ്പിനോട് ചേർന്ന് തന്നെ, അതായത് തെക്കേ നടയിലെ ശീവേലി പറമ്പിലാണ് ഈ ആനയെ മർദ്ദിക്കുന്നത്. ഈ പറമ്പിനോട് ചേർന്ന ഒരു കെട്ടിടത്തിൽ നിന്നിരുന്ന ശീവേലി തൊഴാനെത്തിയ ആളുകളാണ് ഈ ചിത്രം പകർത്തിയത്. നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം ഇത് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇന്നലെയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം ഈ ചിത്രീകരിച്ച ആളുകൾ തന്നെ ഇന്നലെ പുറത്തുവിടുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ക്രൂരമായ പീഡനം അത് ആനക്കോട്ടയിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനകളെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ CCTVകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ആനകൾക്ക് നേരെയുള്ള ഈ പീഡനം തടയണം എന്ന ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ആവശ്യത്തോടു കൂടിയാണ് ഇവർ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ദേവസ്വം അധികൃതരുടെ ശ്രദ്ധയിലും ഇപ്പോൾ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വീഡിയോ പുറത്തു
വന്നതിന്റെ പശ്ചാത്തലത്തിൽ നടപടികളിലേക്കും ദേവസ്വം ബോർഡ് കടന്നേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജയലളിത നടയിരുത്തിയ കൊമ്പനാണ് ഈ കൃഷ്ണ എന്ന് പറയുന്ന ആന. ഈ ആനയുടെ രണ്ട് കാലുകളും ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഏറെ നടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു ആനയാണ്. ആ ആനയാണ് ഈ ശീവേലിക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്നത്. ആന ഈ പലപ്പോഴും ഈ പാപ്പാന്മാർ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നടത്തുന്ന. തോട്ടിയൊക്കെ ഉപയോഗിച്ച് അതിന്റെ കാലിലൊക്കെ വലിക്കുന്നതൊക്കെ നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. കാശ്മീർ സൂരജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത് നമ്മൾ ആദ്യമായി കാണുന്ന ദൃശ്യങ്ങളൊന്നുമല്ല. ഒരുപാട് ആനകൾ ഇത്തരം പാപ്പാനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ക്രൂരമായി പോയി. ജയലളിത നടക്കിരുത്തിയ ആനയാണ്. ജയലളിത മരിച്ചു പോയതും കാര്യമായി എന്ന് പറയാം. കാര്യം ജയലളിത ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും റിയാക്ട് ചെയ്യുമായിരുന്നു. അത് വലിയ ആനപ്രേമി ആനസ്നേഹിയൊക്കെ ആയിരുന്നല്ലോ. ആനപ്രേമി ആവണ്ടെന്നേ, ഒരു ഇതര ജീവി സ്നേഹിയായാൽ മതി ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സങ്കടം വരാൻ. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ പാപ്പാൻ ദേവസ്വം ബോർഡ് അടക്കം ആ പാപ്പാനെ കാണേണ്ട രീതിയിൽ കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46:33 പ്രിയപ്പെട്ട പ്രേക്ഷകർ വാർത്തായാത്രയിൽ സജീവമായി തുടരുക. അതേവിടെ വിഷ്ണു വി പറയുന്ന ആനയെ പിന്നെ ഉമ്മ വെക്കുമോ, അടിച്ചാൽ മാത്രമേ അത് പേടിച്ച് നിൽക്കുകയുള്ളൂ. അത്രത്തോളം ക്രൂരമായ മർദ്ദനവും ഈ തോട്ടിയിട്ട് അതിൻ്റെ കാലിലെ മുറിവുകളെ കുത്തുന്നത് കണ്ടിട്ടും അതിനെ ന്യായീകരിക്കാൻ തോന്നുന്നില്ല. വിഷ്ണു, എന്തൊരു കഷ്ടമായത്. ആശ വി പറയുന്നത് അയ്യോ പാവം, എന്തിനങ്ങനെ കെട്ടിയിട്ട് മിണ്ടാപ്രാണിയോട് ഇങ്ങനെ ചെയ്യുന്നു, പാവം എന്ത് വേദനെടുക്കും ചോദിക്കുകയാണ്. എല്ലാവർക്കും തോന്നുന്ന വികാരമാണത്. മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച പാപ്പാന്മാർ എന്ന് പറയുന്നു. ചേട്ടാ, ഏതെങ്കിലും മൃഗം അങ്ങനെ അനാവശ്യമായിട്ട് മനുഷ്യരെ അടിക്കുമോ എന്തെങ്കിലും ചെയ്യുന്ന ചേട്ടൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ മൃഗങ്ങളെ അതപ്പതിച്ചു എന്ന് പറയണ്ട. ആനയെ ബാലേന്ദ്രൻ നായർ, ആഷ്മി ആനയെ ഉപദ്രവിക്കുന്ന പാപ്പാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇതേ ആന തുമ്പിക്കയിൽ തൂക്കി നിലത്തടിക്കുമ്പോൾ ആരും മോങ്ങിക്കൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയല്ലേ, നമ്മൾ മനുഷ്യരാണ്. പാപ്പാനെ കറക്റ്റായി നമ്മൾ വിമർശിക്കുമ്പോൾ പോലും അയാൾക്ക് എന്തെങ്കിലും പറ്റണം എന്നാഗ്രഹിക്കുന്നത് ശരിയാണോ? ചെറും ചേറാടിയും പറയുന്നു പ്രസന്റ് സാർ സ്വല്പം ലേറ്റായി പോയി ക്ലാസ്സിൽ കയറിക്കട്ടെ. കയറിക്കോ, നാളെ ഇത് ആവർത്തിക്കരുത്. അപ്പോൾ ഓക്കെ. PSC ആൾമാറാട്ടത്തിൽ കേസ്. തിരുവനന്തപുരം PSC പരീക്ഷ ആൾമാറാട്ട കേസിൽ 2 പേരെ പ്രതി ചേർത്തു. നേമം സ്വദേശിയായ ഉദ്യോഗാർത്ഥി അമൽജിത്ത്, ആൾമാറാട്ടത്തിന് ശ്രമിച്ച യുവാവ് എന്നിവർക്കെതിരെയാണ് കേസ്. പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി. FIR-ന്റെ പകർപ്പ് 24-ന് കിട്ടി. ആൾമാറാട്ടത്തിന് ശ്രമിച്ച യുവാവ് 1-ാം പ്രതിയും നേമം സ്വദേശിയായ ഉദ്യോഗാർത്ഥി അമൽജിത്തിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസ്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരീക്ഷയിൽ ജയിക്കാനും മറ്റുദ്യോഗാർത്ഥികളെ ചതിക്കാനും പ്രതികൾ ശ്രമം നടത്തിയെന്നാണ് FIR-ലുള്ളത്. അമൽജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. പ്രതികൾ മുമ്പും സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. PSC ബയോമെട്രിക് പരിശോധന നടപ്പിലാക്കിയ ശേഷം ആദ്യം നടത്തിയ പരീക്ഷയിലെ തട്ടിപ്പ് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. 24 തിരുവനന്തപുരം. അനുചരിയാൻ പറയുന്നു ഇതിനൊക്കെ അറുതി വരുത്തണം, ആ പാപ്പാന്മാരെ മാറ്റണം, കൃത്യമായി ആനയെ പരിപാലിക്കണം, അല്ലെങ്കിൽ അതിനെ കാട്ടിൽ വിടണം, അത് സ്വതന്ത്രമായി ജീവിക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷേ അതൊക്കെ പ്രാക്ടിക്കൽ അല്ലാന്നേ. ഈ നാട്ടാന മെരുക്കിയെടുത്ത ആന പിന്നെ കാട്ടിപ്പോയാൽ അത് ജീവിക്കൊക്കെ വലിയ പാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അൻവറിൻ്റെ പാർക്കിന് ലൈസൻസ് പുതുക്കി നൽകി പഞ്ചായത്ത്. PV അൻവർ MLA കക്കാടംപൊയിലെ പാർക്കിന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് പെട്ടെന്ന് പുതുക്കി നൽകി. ലൈസൻസ് ഫീ കുടിശ്ശികയും കെട്ടിട നികുതി കുടിശ്ശികയും അടച്ചതിനെ തുടർന്ന് അനുമതി. ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിക്കുന്നുവെന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഫീസ് അടച്ചത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 2018-ലാണ് PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിന് കോഴിക്കോട് ജില്ലാ കലക്ടർ പ്രവർത്തനാനുമതി നിഷേധിച്ചത്. 2023-ൽ സർക്കാർ വീണ്ടും പ്രവർത്തനാനുമതി നൽകി. എന്നാൽ 2018 മുതൽ 2023 വരെയുള്ള കുടിശ്ശിക അടച്ചിരുന്നില്ല. ഈ തുക അടച്ചതിനെ തുടർന്നാണ് ഇന്നലെ പാർക്കിന് പ്രവർത്തനാനുമതി നൽകിയത്. കുടിശ്ശികയായി 7 ലക്ഷം രൂപയാണ് അടച്ചത്. അനുമതി കുട്ടികളുടെ പാർക്കിന് മാത്രമാണ്. വാട്ടർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റൈഡുകൾ, ഇതിനൊന്നും അനുമതിയില്ല. കിഡ്സ് ഗാർഡന് മാത്രമാണ്, കുട്ടികളുടെ പൂന്തോട്ടം പ്രദർശനത്തിന് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അവർ അപേക്ഷ നവംബർ മാസം നൽകിയിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ലൈസൻസ് നൽകാൻ സാധിച്ചിട്ടില്ല. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ലൈസൻസ് അനുവദിക്കാനുണ്ടായത്. ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിച്ചെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് വേഗത്തിലുള്ള നടപടി. ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കുന്നു എന്ന ചോദ്യമായിരുന്നു കോടതി ഉന്നയിച്ചത്. സർക്കാരിനോട് ഈ വിഷയത്തിൽ ഇന്ന് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. പാർക്കിന് പ്രവർത്തനാനുമതി പുതുക്കി നൽകിയ കാര്യം കോടതിയെ അറിയിക്കുമെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. 24 കോഴിക്കോട്.
മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ SFIO അന്വേഷണം തുടരുന്നു. ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ വിലയിരുത്തിയ ശേഷം വീണയെ ചോദ്യം ചെയ്യും. KSIDCയിൽ നിന്ന് വീണ്ടും സംഘം പരിശോധന നടത്തും. CMRL, KSIDC എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുകയാണ് SFIO. KSIDCയിൽ നിന്ന് 2012-13 മുതലുള്ള അക്കൗണ്ട് ബുക്ക്, ഓഡിറ്റ് ബുക്ക് തുടങ്ങിയവയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വിപുലമായ അക്കൗണ്ട് ബുക്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ സമയം അനുവദിക്കണമെന്ന് KSIDC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി SFIO തിരുവനന്തപുരത്തേക്ക് എത്തും. വിശദമായി വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണ വിജയന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബംഗളൂരു മേൽവിലാസത്തിലാകും നോട്ടീസ് നൽകുക. അതിനാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലോ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിയിലേക്കോ SFIO എത്തില്ല. 24 തിരുവനന്തപുരം. ആനപ്പാപ്പ ലഹരിക്കടിമയാണോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞോട് രഘുനന്ദൻ, അതെനിക്ക് തോന്നിയായിരുന്നു. പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജും CPIM നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈനും തമ്മിലുള്ള പോര് മുറുകുന്നു. ജനറൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതല ആരോഗ്യവകുപ്പ് നഗരസഭയിൽ നിന്ന് എടുത്തുമാറ്റിയതാണ് പുതിയ വിവാദം. ജില്ലാ പഞ്ചായത്തിനാണ് ഇനി ജനറൽ ആശുപത്രിയുടെ പൂർണ്ണ ചുമതല. കാലങ്ങളായി ജനറൽ ആശുപത്രിയുടെ ഭരണനിർവഹണ ചുമതല പത്തനംതിട്ട നഗരസഭയ്ക്കാണ്. നഗരസഭയിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും സ്ഥലം MLA ആയിരുന്നത് വീണ ജോർജ് തന്നെ. എന്നാൽ CPIM അധികാരത്തിൽ വന്നതിനു ശേഷം നഗരസഭാ ചെയർമാനും ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള ശീതസമരം രൂക്ഷമായതിന്റെ തെളിവാണ് ജനറൽ ആശുപത്രിയുടെ ഉത്തരവാദിത്തം നഗരസഭയിൽ നിന്ന് എടുത്തുമാറ്റി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നിലെന്നാണ് ആരോപണം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അധികാരം നഷ്ടമാക്കിയത് മന്ത്രിയും ചെയർമാനും തമ്മിലുള്ള പോര് തന്നെയാണ്. ഇവരിത് പോര് തുടങ്ങിയിട്ട് ഇന്നൊന്നുമല്ല, 2-3 വർഷമായി ഇവർ തമ്മിലുള്ള പോര് കാരണം കേരളത്തിലെ ഏറ്റവും വികസന മുരടിപ്പുള്ള ജില്ലാ ആസ്ഥാനമായി പത്തനംതിട്ട മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ജില്ലാ പഞ്ചായത്താണ് പുതിയ ഉത്തരവ് പ്രകാരം ജനറൽ ആശുപത്രിയുടെ ഭരണനിർവഹണ ചുമതല നിർവഹിക്കേണ്ടത്. അതേസമയം പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും നടത്താതെയാണ് ആശുപത്രിയുടെ ഭരണനിർവഹണ ചുമതല മാറ്റിയെടുത്തതെന്നാണ് CPIM ഏരിയ കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. പ്രതികരിക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണെന്നാണ് ജില്ലയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നിലപാട്. ഏതായാലും എന്താണ് എന്നുള്ളത് ആരോഗ്യമന്ത്രി തന്നെ പറയട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, അധികാരം തദ്ദേശഭരണ സ്ഥാപനത്തിന് എടുത്തുകൊണ്ട് പോകണമെന്നല്ല. ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിന് പകരം വേറെ തദ്ദേശഭരണ സ്ഥാപനത്തെ വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. വിഷയത്തിൽ പ്രതികരിക്കാൻ നഗരസഭാ ചെയർമാനോ മന്ത്രി വീണ ജോർജോ ഇതുവരെ തയ്യാറായിട്ടില്ല. 24 പത്തനംതിട്ട. ഇതാര് പ്രാവശ്യം പറയാണ്, പറഞ്ഞ അനുസരിക്കാത്ത ആനയെ പണ്ടൊരു പാപ്പാൻ അടിച്ചടിച്ചൊരു പരുവാക്കി. പിന്നീടാണ് പ്രായമുള്ള ആനയ്ക്ക് കേൾവിക്കുറവാണെന്ന സത്യം എല്ലാവരും അറിയുന്നത്. അങ്ങനെ എത്ര ക്രൂരതകളുടെ ദൃശ്യങ്ങളും വാർത്തകളും നമ്മൾ പോയ കാലങ്ങളിൽ കേട്ടതാണ് എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അതാ ഒരു പ്രേക്ഷക ധനേഷ് കൃഷ്ണ പറയുകയാണ്, ഹാഷ്മി ഞാൻ എന്നും മെസ്സേജ് അയക്കും, ബട്ട് എൻ്റെ മെസ്സേജ് വായിക്കില്ല. ഞാൻ ജപ്പാനിൽ നിന്നാണ് ന്യൂസ് കാണുന്നത്. ഇനിയും മെസ്സേജ് വായിച്ചില്ലെങ്കിൽ ഞാൻ നിർത്തി പരിപാടി. പെണങ്ങല്ലേ? ഓക്കെ. ആന പറഞ്ഞതനുസരിച്ചിട്ടുണ്ടാവില്ല, അനുസരിപ്പിക്കാൻ വേണ്ടി അടിച്ചതായിരിക്കാം. സ്വയം നൊന്തുപറ്റ മക്കളെ എത്ര മാതാപിതാക്കൾ അടിക്കുന്നു? അങ്ങനെയൊക്കെയാണോ? കാലിലിട്ട് പൊക്കം കാലിലെ മുറിവിലൊക്കെ ഇട്ട് തോട്ടുകൊണ്ട് കുത്തുവാന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അടിക്കുന്ന ഇങ്ങനെയാണോ? മര്യാദയ്ക്ക് സംസാരിക്കുന്നത് എന്നാ ഇത്? അതാണ്ട് പ്രശാന്ത് കൂട്ടൻ പാപ്പാന്മാരിങ്ങനെ കാണിക്കുമ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ആന വയലൻ്റ് ആവുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും കാരണമാണോ എന്ന് നോക്കേണ്ടതാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ബാബു ജോസഫ് എന്ന പ്രേക്ഷകൻ പറയുകയാണ്, ഗണേഷിനോട് KSRTCയിലെ പെൻഷൻകാരുടെ കാര്യം ഒന്ന് സൂചിപ്പിക്കാവോ? മന്ത്രിക്ക് അറിയാത്താവും, എന്തായാലും മന്ത്രിക്ക് അറിയുന്ന കാര്യമാവും. വലിയ കഷ്ടപ്പാടിലാണ്, ദുരിതത്തിലാണ് എന്നൊക്കെ അറിയുന്നതാവും. പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലേ പറ്റൂ ചേട്ടാ, ബാബു ചേട്ടാ. സമയം 1:58:54 കോട്ടയം ആപ്പാഞ്ചിറയിൽ അല്ലേ ഓടുന്ന ട്രെയിനിൽ നിന്നും യുവാവ് ചാടി. കൊല്ലം സ്വദേശിയായ അൻസറാണ് വേണാട് എക്സ്പ്രസിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. ഗുരുതര പരിക്കുകളോടെ യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 6:30യോടെയാണ് സംഭവം. വേണാട് എക്സ്പ്രസിൽ യാത്ര ചെയ്ത യുവാവ് വാതിൽപ്പടിയിൽ നിൽക്കുന്നത് ആദ്യം കണ്ടത് യാത്രക്കാരാണ്. പിന്നാലെ റെയിൽവേ പോലീസ് എത്തി. വാതിൽപ്പടിയിൽ നിന്ന് മാറി നിൽക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല. ആപ്പാഞ്ചിറ എത്തിയപ്പോൾ പുറത്തേക്ക് ചാടുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ തലയോലപ്പറമ്പ് പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തി. തുടർന്ന് ആപ്പാഞ്ചിറ പാലത്തിന് സമീപത്ത് നിന്നാണ് യുവാവിനെ കണ്ടെത്തുന്നത്. ഗുരുതര പരിക്കേറ്റ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടനില തരണം ചെയ്തതായാണ് വിവരം. കോട്ടയം റെയിൽവേ പോലീസും തലയോലപ്പറമ്പ് പോലീസും വിശദമായ അന്വേഷണവും ആരംഭിച്ചു. 24 കോട്ടയം. സാമൂഹിക ക്ഷേമ പെൻഷൻ്റെ കാര്യം അറിയാവോ? വല്ലതും അറിയാവോ? ജോലിക്ക് പോകാൻ കഴിയാത്ത എന്നെ പോലുള്ളവർക്ക് വലിയ ആശ്വാസമാണ് പെൻഷൻ. ഇപ്പോൾ അതുമില്ലാത്ത അവസ്ഥയാണ് എന്നൊരു പ്രേക്ഷക പറയുന്നുണ്ട്. പ്രേക്ഷകയാണ് രണ്ടുപേരും ഒരാൾ പറയുന്നുണ്ട്. നമ്മൾ കുറേ നാളെ പറയുന്നതാണ്, ഉടനെ കിട്ടും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. റീന സതീശൻ പറയുന്നു, ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇങ്ങനെ എടുത്തു ചാടുന്ന പോലുള്ള സാഹസികതയൊക്കെ കാണിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. ഇതൊക്കെ കാണുന്ന പാവം അച്ഛനമ്മമാരുടെ അവസ്ഥ എന്തായിരിക്കും, എന്ത് ചെയ്യും?
എന്ന് ചോദിക്കുന്നു. അബൂബക്കർ ബാഹിം പറയുന്നു. പിന്നെ വേറെ താഴെ പ്രശ്നം പറയുന്നുണ്ട്, ആ യുവാവിനെ പിടിച്ചു വലിച്ചു നിർത്താതെ ചാടുന്നത് ഫോണിൽ പകർത്തിയ മാന്യന്മാർ എന്നും പറയുന്നുണ്ട്. കുഞ്ഞുമുഹമ്മദ് പറയുന്നു, അത്യാവശ്യമായി എത്താൻ വേണ്ടി ചാടി ഇറങ്ങിയതായിരിക്കും എന്നും പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് സാഹസികമൊന്നുമല്ല, വേറെ എന്തോ പ്രശ്നത്തിൽ ചാടിയതാണത്. ഇനി ആ പയ്യനോട് ചോദിച്ചാലേ അറിയുള്ളൂ എന്തിനാണ് ചാടിയത് എന്നുള്ള കാര്യം. മാവോയിസ്റ്റ് അനുഭാവി CP റഷീദിന്റെ മലപ്പുറം പാണ്ടിക്കാട്ടെ വീട്ടിൽ NIA പരിശോധന. ഹൈദരാബാദ് നിന്നെത്തിയ NIA സംഘമാണിന്ന് പുലർച്ചെ പരിശോധന നടത്തിയത്. ലഘുരേഖകളും മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുത്തു. സമീർ ബിൻ കരീമാണ് ആ വാർത്തയോട് ഒരുങ്ങുന്നത്. സമീർ, ഏത് കേസിന്റെ തുടർച്ചയിലാണ് CP റഷീദിന്റെ വീട്ടിൽ പരിശോധന എന്നറിയാൻ കഴിയുന്നുണ്ടോ? ഹാഷ്മി, ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട UAPAയുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് നിലവിൽ NIA സംഘം CP റഷീദിന്റെ മലപ്പുറം പാണ്ടിക്കാട്ടെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ഏതാനും ചില ലഘുലേഖകളും NIA സംഘം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടെയാണ് ഹൈദരാബാദിൽ നിന്നുള്ള 3 അംഗ NIA സംഘം പാണ്ടിക്കാട്ടെ വീട്ടിലെത്തുന്നത്. തുടർന്ന് ലോക്കൽ പോലീസിന്റെ സഹായത്തോടു കൂടി ഈ വീട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്ത് CP റഷീദ് വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് ഇയാളെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. തുടർന്ന് 6 മണിക്കൂറോളം പരിശോധന നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഉച്ചയോട് കൂടിയാണ് NIA സംഘം മൊബൈൽ ഫോണും ഒപ്പം തന്നെ ലഘുലേഖകളും കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുകയും അല്ലെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഹാഷ്മി, ഓക്കെ. അപ്പോൾ ഏത് കേസാണ്, എന്താണ് അതിൻ്റെ വെയർ അബൌട്ട്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവട്ടെ. സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. 5 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി 90 വയസ്സുകാരി. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി പൊന്നമ്മയാണ് റോഡിൽ കസേരയിട്ട് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ 1 മാസത്തെ പെൻഷനും ഭക്ഷ്യക്കിറ്റും വയോധികയ്ക്ക് കൈമാറി. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റോഡിൽ പൊന്നമ്മ കസേരയിട്ടിരുന്നത് 1.5 മണിക്കൂർ. മരുന്ന് വാങ്ങാൻ പോലും ബുദ്ധിമുട്ട് നേരിട്ടതോടെയാണ് പൊന്നമ്മ തെരുവിലേക്കിറങ്ങിയത്. മസ്റ്ററിംഗ് രേഖപ്പെടുത്താൻ പോലും അധികൃതർ എത്തുന്നില്ലെന്നാണ് ആക്ഷേപം. പൊന്നമ്മയുടെ സമരത്തെ തുടർന്ന് 1.5 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പോലീസ് എത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് അയച്ചത്. സമരം അവസാനിപ്പിച്ച വയോധികയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫോണിൽ വിളിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക സഹായം പൊന്നമ്മയ്ക്ക് നൽകി. 24 ഇടുക്കി. എന്ന് പറഞ്ഞാൽ പൊന്നമ്മയെ പോലെ നമ്മൾ നേരത്തെ മറിയക്കുട്ടിയെ കണ്ടതാണ്. മറിയക്കുട്ടി കൂടെ സമരം ചെയ്ത ആളെ കണ്ടതാണ്. മറിയക്കുട്ടി രാഷ്ട്രീയമായി പിന്നെ ഭിന്നസ്വരങ്ങൾ പറഞ്ഞുവെങ്കിൽ കൂടിയും അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു? ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. മരുന്ന് വാങ്ങാൻ പണമില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. പൊന്നമ്മ അങ്ങനെ നാടിന് ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇന്ന് തന്നെ വന്ന 3-4 മെസ്സേജുകൾ. നാടിൻ്റെ നാനാഭാഗത്ത് ഇത് കിട്ടിക്കൊണ്ടിരുന്ന ഇതിനു വേണ്ടി പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് എന്ന് സർക്കാർ ഒരിക്കൽ കൂടി ഓർക്കണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിയോജിപ്പല്ല, അത് സഹജീവിയുള്ള സഹനത്തിൻ്റെ അവരോട് ഐക്യപ്പെടുന്നതിൻ്റെ ഭാഗമായാണ് അഭ്യർത്ഥന എന്നുകൂടി മനസ്സിലാക്കി നന്നായിരുന്നു. ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, ഒരു കമൻറ്റ് വായിക്കണമെന്ന് ചോദിച്ചു, ആ കമൻറ്റ് കാണുന്നില്ല. കോഴിക്കോട് NIT അധ്യാപികയുടെ ഗോഡ്സെ പ്രകീർത്തനത്തിൽ പ്രതിഷേധം തുടരുന്നു. ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി എന്ന തലക്കെട്ടോടെ ക്യാമ്പസിന് മുന്നിൽ SFI ബാനർ സ്ഥാപിച്ചു. അധ്യാപികയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമെന്നായിരുന്നു കോഴിക്കോട് NIT അധ്യാപികയായ ഷൈജ ആണ്ടവന്റെ ഫേസ്ബുക്ക് കമന്റ്. ഇതിനു മറുപടിയായിട്ടാണ് SFIയുടെ ബാനർ പ്രതിഷേധം. ഗോഡ്സെ ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി എന്നാണ് തലക്കെട്ട്. കോഴിക്കോട് SFIയാണ് ക്യാമ്പസിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചത്. പ്രതിഷേധം കനക്കുമ്പോഴും ഷൈജ ആണ്ടവനെതിരെ NIT അധികൃതർ നടപടിയെടുത്തിട്ടില്ല. പുറത്താക്കും വരെ സമരം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും തീരുമാനം. അതേസമയം കലാപാഹ്വാനത്തിനെടുത്ത കേസിൽ അധ്യാപികയുടെ മൊഴി കുന്നമംഗലം പോലീസ് ഉടൻ രേഖപ്പെടുത്തും. 24 കോഴിക്കോട്. തന്നെ ചോദിക്കുകയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ആയി എന്ന് SMS വന്നു. ഡിജി ലോക്കറിൽ നിന്ന് PDF ആയി സംഭവം മൊബൈലുണ്ട്, അത് കാണിച്ചാൽ വാലിഡ് അല്ലേ എന്ന് ചോദിക്കുന്നു. പ്രിന്റിന് വൈകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണ്. പ്രിന്റിങ് ഇപ്പോഴും വൈകുകയാണ്. വാലിഡ് ആവേണ്ടതാണ്, ഒന്ന് അന്വേഷിച്ച് പറയേണ്ട സംഗതി ആയതാണ്, അന്വേഷിച്ച് പറയാം കേട്ടോ. അതാണ് അനിൽകുമാർ നാരായണൻ പറയുന്നു. SSLC എക്സാം മാതൃക പോലെയാണ് മോഡൽ എക്സാം നടത്തുന്നത്. പക്ഷേ ഇത്തവണത്തെ മോഡൽ എക്സാം ഒരു ദിവസം 2 സബ്ജക്ട്സ് വെച്ചാണ്. അത് പഠിക്കാൻ പാടാണ്. കാരണം ഒരു ദിവസത്തെ ഒറ്റ ദിവസം തന്നെ സോഷ്യൽ സ്റ്റഡീസ്, ബയോളജി പോലുള്ള സബ്ജക്ട്സ് ഒരുമിച്ചാണ്. എനിക്ക് വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു അനിൽകുമാർ നാരായണൻ. അപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞതാണ്. കോട്ടയം സീറ്റിനായി കേരള കോൺഗ്രസിൽ പിടിവലി തുടരുന്നു. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ താനെന്നും ആഗ്രഹം PJ ജോസഫിനെ അറിയിച്ചെന്നും KM മാണിയുടെ മരുമകൻ MP ജോസഫ് 24നോട് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ അന്തിമ തീരുമാനം ഈ മാസം 14 UDF കൺവീനർ M ഹസൻ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുകയും ചെയ്തു. ആകെയുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ നേതാക്കൾ തമ്മിലുള്ള പോര് തുടരുകയാണ്.
PC തോമസ് അടക്കമുള്ളവർ സ്ഥാനാർത്ഥിത്വ മോഹം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് KM മാണിയുടെ മരുമകനും ആഗ്രഹം പരസ്യമാക്കിയത്. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത തനിക്കെന്ന് MP ജോസഫ്. PJ ജോസഫ് സാറ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും. വളരെ വൻ ഭൂരിപക്ഷത്തോടുകൂടെ ഞാൻ ജയിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. UDF-നൊപ്പം എന്നും അടിയുറച്ചു നിന്നയാളാണ് താൻ. അതുകൊണ്ട് കൂറുമാറുന്നവരെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും MP ജോസഫ് 24-നോട് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞിട്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ മാറുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ? ശരിയാണ്. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ഞാൻ നിൽക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ അടവുകളും അവർ പരിശ്രമിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. വോട്ട് ചോർച്ച ഭയന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ ജോസ് കെ മാണി വിഭാഗം ശ്രമിക്കുന്നുണ്ടെന്നും MP ജോസഫ് പറയുന്നു. ഫ്രാൻസിസ് ജോർജിലേക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തി നിൽക്കുന്നുവെന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് MP ജോസഫും തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ വെല്ലുവിളിയാകും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED സമൻസിനെതിരെ കോടതിയെ സമീപിച്ചതും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ED ഇതുവരെ വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ടാണ് ഹാജരാകാൻ മടിയെന്നും തോമസ് ഐസക് പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് നടപടി കോടതി അലക്ഷ്യമെന്നും EDക്ക് മുൻപിൽ ഹാജരാകാൻ ഭയമില്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. അപ്പോൾ ഇന്ന് ഞാൻ കോടതിയിൽ സ്റ്റേക്ക് വേണ്ടി പോയിട്ടുണ്ട്. കാരണം കോടതിയെ ഞാൻ കൊടുത്ത പെറ്റീഷൻ പരിഗണിക്കാൻ പോകുമ്പോഴാണ് അതിന് കാത്തിരിക്കാതെ ED വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നു. ആദ്യം ED എന്ന് പറയട്ടെ, എന്തിനാണ് വിളിപ്പിക്കുന്നത്? അത് പറയാതെ എന്തോ കുറ്റം ചെയ്തിട്ടുണ്ടാവാം, അത് ഞങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചാലേ അതെൻ്റെ അവകാശത്തിന് മേലുള്ള കയ്യേറ്റമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. സജീവ് കൊണ്ടിയാർത്തി ചോദിക്കുകയാണ്, കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും പെൻഷൻ നിർത്തിയാലാക്കിയാൽ എന്താ കുഴപ്പം? ആർക്കും പെൻഷൻ വേണ്ട എന്ന് പറയുകയാണ്. സഹിച്ചാട്ടെ, ഇത് നമ്മൾ ഈ പോയ ദിവസങ്ങളിലെ വാർത്ത, ഈ പോയ ദിവസങ്ങളിലെ ആത്മഹത്യകൾ കാണുന്നതല്ലേ? ഇങ്ങനെ മനസ്സാക്ഷിയില്ലാതെ സംസാരിക്കല്ലേ? തുടർച്ചയായ 6ാം തവണയും അടിസ്ഥാന നിരക്കുകൾ മാറ്റാതെ റിസർവ് ബാങ്ക്. രാജ്യം മികച്ച വളർച്ചാപാതയിലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് പറഞ്ഞു. അവശ്യ സേവനങ്ങൾക്കുള്ള UPA പണമിടപാടുകളുടെ തുക ഉയർത്തണമെന്ന നിർദ്ദേശവും ധനനയ പ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. വായ്പാ ഇടപാടുകളുടെ ഫീസിൽ ഒരു ഒളിച്ചുകളിയും വേണ്ട എന്ന് ബാങ്കുകളോട് RBI പറയുകയാണ്. ഭൗമരാഷ്ട്രീയത്തിലടക്കമുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ജാഗ്രതയോടെയുള്ള ധനനയ പ്രഖ്യാപനം തുടരുമെന്നാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞത്. വിലക്കയറ്റം പ്രഖ്യാപിത ലക്ഷ്യമായ 4% മുകളിൽ തുടരുന്നതിനാൽ അടിസ്ഥാന നിരക്കുകൾ ഉയർത്താതെയായിരുന്നു നയപ്രഖ്യാപനം. റിപ്പോ നിരക്ക് 6% തുടരും. അടിസ്ഥാന നിരക്ക് അധിഷ്ഠിതമായ വായ്പകളുടെ പലിശ നിരക്കുകളും ബാങ്കുകൾ മാറ്റാനിടയില്ല. ഭക്ഷ്യവില വരും മാസങ്ങളിലും പണപ്പെരുപ്പം കൂട്ടുമെന്നാണ് നിരീക്ഷണം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ മികച്ച നിലയിലാണെന്ന് RBI വിലയിരുത്തി. സാമ്പത്തിക തട്ടിപ്പുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ ഡേറ്റ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ RBI ക്ലൗഡ് സംവിധാനം കൊണ്ടുവരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കുമുള്ള UPI പേയ്മെന്റ് പരിധി ഉയർത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. പണമിടപാട് പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്താനാണ് നിർദ്ദേശം. ഡിജിറ്റൽ പേയ്മെന്റ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ ചട്ടക്കൂട് വരുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ തുടരുമെന്ന ഉറപ്പും ധനനയ പ്രഖ്യാപനത്തിലുണ്ട്. ബിസിനസ് ഡെസ്ക്, 24. ആഗോള പ്രശസ്തനായ അർജന്റീന ഫുട്ബോൾ ടീം ആരാധകൻ കാർലോസ് ട്യൂല അന്തരിച്ചു. 1974 മുതൽ 2023 ഖത്തർ ലോകകപ്പ് വരെ അർജന്റീനയെ പിന്തുണയ്ക്കാൻ ട്യൂല ഗാലറിയിൽ മസ്റ്റായുമുണ്ടായിരുന്നു. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിനിടെ വീൽചെയർ തകരാറിലായ ട്യൂലയ്ക്ക് 24 ഇടപെടലിനെ തുടർന്ന് പുതിയ ചക്രക്കസേര കിട്ടിയതാണ്. മലയാളി ഫുട്ബോൾ പ്രേമികളും ഏറ്റവും അഭിമാനിച്ച നിമിഷം. ലോകമെങ്ങും അർജന്റീനയുടെ ഫുട്ബോൾ പെരുമ്പറ മുഴക്കിയ കാർലോസ് പാസ്കൽ ട്യൂലയ്ക്ക് കേരളത്തിൽ നിന്ന് പുതിയ ചക്രക്കസേര ലഭിച്ച നിമിഷം. ടയർ തകർന്ന വീൽചെയറുമായി ബുദ്ധിമുട്ടിയ ട്യൂലയ്ക്ക് ഖത്തറിലെ പ്രമുഖ ഡോക്ടർ മോഹൻ തോമസ് ആണ് 24 ഇടപെടലിനെ തുടർന്ന് പുതിയ വീൽചെയർ സമ്മാനിച്ചത്. ലോകകപ്പ് വിജയത്തിന് ശേഷം ഏറ്റവും മികച്ച ആരാധക കൂട്ടത്തിലുള്ള ഫിഫ പുരസ്കാരം അർജന്റീന ആരാധകർക്കായി ഏറ്റുവാങ്ങിയതും കാർലോസ് ട്യൂലയായിരുന്നു. കാൽപന്തിനെ ഹൃദയത്തോട് ചേർത്ത ആൽബസലസ്റ്റുകളുടെ പ്രിയ ആരാധകൻ എന്ന് വിളിക്കാം കാർലോസ് പാസ്കൽ ട്യൂലെ. ഒരു ലോകസഞ്ചാരിയെപ്പോലെ അർജന്റീന ടീമിന് ഊർജവും ആവേശവും സമ്മാനിച്ച ട്യൂല ഇനിയില്ല എന്ന വിവരം ഉൾക്കൊള്ളാൻ പലർക്കുമാകുന്നില്ല. 83-ാം വയസ്സിൽ അർബുദമാണ്
ടൂലയുടെ ജീവനെടുത്തത്. 1940 സെപ്റ്റംബർ 11 റൊസാരിയോയിൽ ജനിച്ച ടൂല 1974 മുതലാണ് അർജന്റീനയ്ക്ക് അകമ്പടിയായി പെരുമ്പറ മുഴക്കി സ്റ്റേഡിയങ്ങളിൽ എത്തിത്തുടങ്ങിയത്. 1974 ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് കാണാനെത്തിയപ്പോൾ സ്വന്തം ബാൻഡ്രമുമായാണ് ടൂല എത്തിയത്. 1971 സ്പെയിനിലെ പ്രവാസ സമയത്ത് മുൻ അർജന്റീന പ്രസിഡന്റ് യുവാൻ ഡൊമിംഗോ പെറോൺ സമ്മാനം നൽകിയതാണ് ഈ ഡ്രം. അന്നു മുതൽ ടൂല ആ ഡ്രം താഴെ വെച്ചില്ല. മറഡോണയും ബാറ്റിസ്റ്റൂട്ടയും മുതൽ ഇങ്ങ് ലയണൽ മെസ്സി വരെ ഇതിഹാസ താരങ്ങളാണ് ടൂലയുടെ താളത്തിനൊപ്പം ഗോളടിച്ച് കയറിപ്പോയത്. അർജന്റീനിയൻ ജനതയുടെ വിജയക്കുത്തിപ്പിന്റെ താളമായിരുന്നു ആ പെരുമ്പറയ്ക്ക്. അതിനിയും മുഴങ്ങും ഫുട്ബോൾ ആരാധകരുടെ ഓർമ്മകളുടെ ഗാലറികളിൽ. രഞ്ജു മത്തായ്, സ്പോർട്സ് ടീം, 24. അപ്പോൾ രഞ്ജു മത്തായി അടക്കമുള്ള അർജന്റീന ആരാധകർക്ക് അടുത്ത അർജന്റീനയുടെ കളിയിൽ ഗാലറിയിൽ ടൂലയെ വല്ലാതെ മിസ് ചെയ്യും എന്നതൊരു തർക്കമില്ല. ഒരുപാട് പേരുടെ സങ്കടമാവുകയാണ് ടൂല. 24 കണക്ട് അതിൻ്റെ യാത്ര അമേരിക്കയിൽ തുടരുകയാണ്. പരസ്പര സഹായത്തിൻ്റെ ഈ ചങ്ങലയിൽ കൈകോർക്കുകയാണ് അമേരിക്കൻ മലയാളികളും. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും ലോകത്ത് ആരും സഹായിക്കാനില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ 24 കണക്ട് അതിൻ്റെ യാത്ര അമേരിക്കൻ ഐക്യനാടുകളിൽ തുടരുകയാണ്. പേര് പോൾ കഥേപ്പള്ളി ഫ്രം ന്യൂയോർക്ക്, ഒക്കാനായിട്ട് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ 24 കണക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ച അതിയായ സന്തോഷമുണ്ട്. UA നസീർ, KMCC USA ആൻഡ് കാനഡ പ്രസിഡന്റ്. ലോകത്തുള്ള മുഴുവൻ മലയാളികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 24 കണക്ട് എന്ന പുതുമയാർന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 24 Connect is a great area to bring all the Malayalis all across the world together. I'm looking forward to it. I'm excited to be a part of 24 Connect. ഞാൻ ജോർജി, ന്യൂജേഴ്സിയിൽ നിന്നാണ്. 24 കണക്ട് പ്രോഗ്രാം അടിപൊളി വൈബാണ്. റോജി സാമുവൽ, ഞാൻ ഫിലഡൽഫിയ IPCNA വൈസ് പ്രസിഡന്റാണ്. 24 കണക്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. Tom George Collat, I am the Associate Treasurer for Global Indian Council. I am so delighted to be part of this 24 News Connect. ഞാൻ ബൈജു വർഗീസ്, കേരള അസോസിയേറ്റ് ന്യൂജേഴ്സിയുടെ പ്രസിഡന്റാണ്. ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് 24 കണക്ട്. തോമസ് ടിയുമൻ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന 24 കണക്റ്റിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. 24 കണക്റ്റിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. കുര്യൻ പ്രക്കാനം, ഞാൻ കാനഡിയൻ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സംഘാടകനാണ്. 24 കണക്റ്റിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. രാജ്, ഞാൻ വാഷിംഗ്ടൺ DC-യിൽ നിന്നാണ്. 24 കണക്റ്റിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. 24ന്റെ ഗുഡ് മോർണിംഗ് ഷോയും കണ്ട് ഒടുവിൽ പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞുറങ്ങുന്ന അമേരിക്കൻ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. അവരും 24 കണക്റ്റിന്റെ കണ്ണികളാകുകയാണ്. ഞാൻ രാജി, ഡാലസിൽ നിന്ന്. 24 കണക്റ്റിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. 24 കണക്റ്റിന് എന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. I am Swapna Rajesh, New Jersey നിന്നുമാണ്. I am excited and more than happy to be a part of 24 Connect. Tara Shajan, I am the treasurer for National Association of Indian Nurses of America. I am very happy to be the part of 24 Connect. ഞാൻ ആർഷ അഭിലാഷ്, അർക്കൻസയിലെ ബെൻഡൻവില്ലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ബ്ലോഗറാണ്. അല അക്കാഡമി, അക്ഷരം മലയാളം സ്കൂൾ എന്നീ ഓർഗനൈസേഷനുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 24 കണക്റ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ അനു തോമസ്, വൈസ് പ്രസിഡന്റ് ഓഫ് യോർക്ക് കൗണ്ടി സ്കൂൾ ഡിവിഷൻസ് PTSA. 24 ന്യൂസിന്റെ പുതിയ ഇനിഷ്യേറ്റീവായ 24 കണക്റ്റിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. Sapna, connect. Mama, connect. Connect. Ayla, connect. Aya, connect. Surya, connect. I'm Thumbi and I'm from New Jersey and I'm also part of 24 Connect and I love 24. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. അപ്പോൾ അങ്ങനെ ദേശാന്തരങ്ങളിൽ നമ്മുടെ ആ സ്നേഹയാത്ര അങ്ങനെ തുടരുകയാണ്. അങ്ങനെ കരുതൽ വേണ്ടവരെ ചേർത്ത് പിടിച്ച സ്നേഹയാത്ര പൂർവ്വാധികം ശക്തമായി അങ്ങനെ പുരോഗമിക്കുകയാണ്. അതായത് ഇവിടെ പ്രകാശം ബി ചോദിക്കുന്നുണ്ട്, ഹാഷ്മി ഊണ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. ഇല്ലാട്ടാ കഴിച്ചില്ല, ചേട്ടൻ കഴിച്ചോ? ചേട്ടൻ ചോദിച്ചല്ലോ. അബ്ദുൽ ലത്തീഫ് പൂക്കിപ്പറമ്പ് ചോദിക്കുകയാണ്, ഹാഷ്മി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള പെൻഷൻ ഒരേ സംഖ്യയാൽ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാമെന്ന് പറയുകയാണ്. ചേട്ടാ ഇവിടെ പറഞ്ഞിരിക്കട്ടെ, പുറത്ത് പറഞ്ഞ സർവീസ് സംഘടനകൾ കേൾക്കണ്ട. നിർദ്ദേശത്തോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. നേരത്തെ 1-2 ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാത്ത ഒരുപാടുണ്ട്. ടെസ്റ്റ് പാസ്സായാൽ മൊബൈൽ PDF കിട്ടില്ല, അതുപോലെ
എന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചു. ഞാൻ നമ്മുടെ വി എ ഗിരീഷ്, നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടറോട് ചോദിച്ചായിരുന്നു. അപ്പോൾ വി എ ഗിരീഷ് ഇതാണ് ഇപ്പം റിപ്ലൈ അയച്ചു, വാലിഡാണ് എന്ന് പറയണം. അപ്പോൾ അത് മതി, നമ്മുടെ ഡിജി ലോക്കറിൽ കിട്ടുന്ന അല്ലെങ്കിൽ PDF കിട്ടുന്ന അത് മതി, അത് വാലിഡാണ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നത്. 27,808 എന്ന് പറയുന്നതിൽ ബഹുഭൂരിപക്ഷം 99.9% നിരപരാധികളും പാവങ്ങളും സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെയാണ്. അപ്പോൾ ആക്രമണങ്ങളുടെ ആ നരമേധം വളരെ സജീവമായി ഇപ്പോഴും തുടരുകയാണെന്നുള്ളത് ലോകത്തിൻ്റെ സങ്കടം. ധന്യ പറയുന്നു, പ്രവാസികളാണ് കേരളത്തിൻ്റെ ബലം, 24 കണക്ട് വിജയിപ്പിക്കാൻ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്, അഭിവാദ്യങ്ങൾ എന്ന് ധന്യ പറയുന്നു. ശരിയാണ്, ധന്യയുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു. അഭിവാദ്യങ്ങൾ പ്രവാസികൾക്ക് അറിയിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ റിയാസ് അബൂബക്കറിന്റെ ശിക്ഷ നാളെ വിധിക്കും. കൊച്ചി NIA കോടതിയാണ് ശിക്ഷ വിധിക്കുക. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് NIAയുടെ ആവശ്യം. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന്റെ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായി. കൊച്ചിയിലെ NIA കോടതി നാളെയാണ് വിധി പറയുന്നത്. റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതി ആസൂത്രണം ചെയ്തത് സമൂഹത്തെ നശിപ്പിക്കാനുള്ള പദ്ധതിയാണെന്നും പരമാവധി ശിക്ഷയുറപ്പാക്കണമെന്നും NIA കോടതിയെ അറിയിച്ചു. പ്രതിയുടെ കുടുംബ പശ്ചാത്തലവും പ്രായവും പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. UAPA 38, 39, IPC 120B തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. റിയാസ് അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ പിടികൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സമൂഹമാധ്യമങ്ങളിലെ അക്കൗണ്ട് വിവരങ്ങളും തെളിവായി അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു. ചാവേർ ആക്രമണത്തിന് സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടെ 2019 റിയാസ് അബൂബക്കർ NIAയുടെ പിടിയിലായത്. 24 കൊച്ചി. വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനായില്ല. കടുവയെ കണ്ട മേഖലകളിൽ 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സുരഭിക്കവല മേഖലയിൽ ഇന്നും കടുവയെ കണ്ട നാട്ടുകാർ ആരോപിച്ചു. ഒരാഴ്ചക്കിടെ 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. തണ്ണീർക്കൊമ്പന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന 5-അംഗ സമിതി ബന്ദിപ്പൂരിൽ തെളിവെടുപ്പ് തുടങ്ങി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഏറ്റവും ഒടുവിൽ കൂട് സ്ഥാപിച്ചത് പുൽപ്പള്ളി സുരഭിക്കവലയിൽ. ആടിനെ പിടികൂടിയ പാലമറ്റം സുനിലിന്റെ വീടിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത്. നേരത്തെ കടുവ പശുവിനെ പിടികൂടിയ താന്നിത്തെരുവ് ശോശാമയുടെ വീടിനടുത്തും കൂട് വെച്ചിട്ടുണ്ട്. എന്നാൽ കടുവ കൂട്ടിലായിട്ടില്ല. ഇതിനിടെ ഇന്നും കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. സർവകക്ഷി യോഗം ചേർന്ന് പ്രത്യക്ഷ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ. ഈ നാട്ടിലൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് തുല്യമായിട്ടാണ് കാര്യങ്ങളുള്ളത്. വനംവകുപ്പ് ഈ അവസരത്തിൽ എത്രയും വേഗം ജില്ലാ ഭരണകൂടം അടക്കം തീരുമാനങ്ങളെടുത്ത് മയക്കുവെടി വെച്ച് ഈ കടുവയെ ഇവിടെ നിന്നും നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനജീവിതം വളരെ ദുസ്സഹമായി മാറുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം തണ്ണീർക്കൊമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയുടെ തെളിവെടുപ്പ് തുടരുകയാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലെ രാമപുര എലിഫന്റ് ക്യാമ്പിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പിനിറങ്ങിയ മേഖലയിലെ ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരിൽ നിന്നും സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. 10 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഈസ്റ്റേൺ CCF വിജയാനന്ദ് അധ്യക്ഷനായ സമിതിയുടെ തീരുമാനം. 24 വയനാട്. സൗമ്യ കുട്ടികൃഷ്ണൻ പറയുകയാണ്, പെൻഷൻ എല്ലാവർക്കും നിർത്തിയാൽ അതിന് പകരം മക്കൾ 60 കഴിഞ്ഞ അച്ഛനമ്മമാർക്ക് മാസം ഒരു തുക നൽകാൻ നിയമം കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ എത്രയോ പേർ കഞ്ഞി കിട്ടാതെ കഴിയുന്നത് നമ്മൾ കാണേണ്ടി വരും. തർക്കമുണ്ടോ സൗമ്യ? ഇനി നിയമം അങ്ങനെ വന്നാൽ വല്ല കാര്യം ഉണ്ടാവുമോ? തെന്മല ഉറുകുന്നു ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലി ഇറങ്ങുന്നു എന്ന് പരാതി. ഉറുകുന്നു സ്വദേശി ഷിബുവിന്റെ വളർത്തുനായെ പുലി കൊന്നു തിന്നു. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാർ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയാണ് വീടിന് പുറത്തെ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന 2 നായ്ക്കളിൽ ഒന്നിനെ പുലി പിടിച്ചത്. കൂട് തകർത്ത പുലി നായയെ കൊന്നു തിന്നു. ഈ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ആടുകളെയും വളർത്തുനായ്ക്കളെയും പിടിക്കുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം 2 മണിയോട് കൂടിയാണ് സൗണ്ട് കേട്ടത്. അപ്പം ഞങ്ങൾ ഉറങ്ങുമായതുകൊണ്ടാണ് ഇറങ്ങി നോക്കിയില്ല. ഈ വലിയ മറ്റു പട്ടിയുടെ ഓട് സൗണ്ടും കേട്ടായിരുന്നു. രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് കൂട് പടങ്ങിയ മറിഞ്ഞ് പട്ടിയുടെ പകുതിയോളം കടിച്ച് തിന്ന് ഇട്ടേക്കുന്നത്. നേരത്തെ നമുക്കൊരു പട്ടി ഉള്ളതായിരുന്നു. അത് ഇതുപോലെ ഇങ്ങനെ കാണാതെ പോയി. പിന്നെ പുലിയെടുത്താന്ന് തോന്നി, അത് അറിഞ്ഞതുമില്ല. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും പത്രം, പാൽ വിതരണക്കാർ അടക്കം നിരവധി പേരാണ് ഈ ഭാഗത്ത് പുലർച്ചെ ജോലിക്കിറങ്ങുന്നത്. പുലിയുടെ അക്രമം പതിവായതോടെ ജോലി പോലും പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. പുലി ഇറങ്ങിയതോടെ ഉറുകുന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവരും പ്രദേശവാസികളും ആശങ്കയിലാണ്. എത്രയും വേഗം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കൊല്ലം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 2 വൃക്കകളും തകരാറിലായ 11-കാരി ദുരിതത്തിൽ. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് വിധേയനാകുന്ന കുട്ടിക്ക് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഇനിയുള്ള ബാക്കിയുള്ള മാർഗം. ആശുപത്രിയിലേക്കുള്ള യാത്രാ ചെലവ് പോലും കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു സാധു കുടുംബം.
3.5 വയസ്സ് മുതലാണ് ഫെമിനയ്ക്ക് വൃക്ക സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുന്നത്. അന്നു മുതൽ ഡയാലിസിസ് ചികിത്സ ഉൾപ്പെടെ നടത്തിവരുന്നുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപാണ് ഫെമിനയുടെ 2 വൃക്കകളും തകരാറിലായത്. കൂടാതെ രക്തസമ്മർദ്ദവും വളരെ കൂടുതലാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ദാഹമകറ്റുവോളം വെള്ളം കുടിക്കാനും സാധിക്കില്ലെന്ന് അമ്മ സജിത. ആദ്യം ദേഹത്ത് മൊത്തം നീര് വന്നു. ആദ്യം കണ്ണിന് താഴെ, പിന്നെ അത് നേരെ താഴോട്ട് വയറിലായി, കാലിലായി. 4-ൻ്റെ അന്നാണ് കണ്ടുപിടിക്കുന്ന ആൽബുമിൻ ഇങ്ങനെ പോവുകയാണെന്ന് യൂറിനിൽ കൂടെ. പിന്നെ ദേഹം ഓരോ ദിവസം ചെല്ലും തോറും അവളെ വെയിറ്റ് ഇങ്ങനെ കൂടി വന്നു. പിന്നെ പനിയായി, അത് കൂടുതലായി. അവിടെ വെച്ചാണ് അവർ ഇതുപോലെ സ്ഥിരീകരിച്ചത് നെഫ്രോട്ടിക് സിൻഡ്രോം ആണെന്ന്. ടെസ്റ്റുകളെല്ലാം നടത്തി. ഇനി ഇവൾക്ക് പറയുന്നത് എത്രയും വേഗം കിഡ്നി മാറ്റി വയ്ക്കുക. അങ്ങനെ 2 കിഡ്നിയും കഴിഞ്ഞ വർഷം ഫെയിലായി. അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ 6 മാസം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് തക്കാളിപ്പനി പിടിച്ചു. അതിനുശേഷം അത് ഇൻഫെക്ഷനായി. അതിനുശേഷം കത്തീഡ്രലിൽ ഇപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഫെമിനയ്ക്ക് വൃക്ക നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ ടെസ്റ്റുകളിലെല്ലാവരും പരാജയപ്പെട്ടു. ടെസ്റ്റുകൾ നടത്തുന്നതിനും ചിലവായത് വലിയ തുക. മകൾക്ക് സുഖമില്ലാതായതോടെ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് സജിത പിൻവാങ്ങി. അമ്മയുടെയും സഹോദരന്റെയും സഹായത്തോടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. എനിക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളതുകൊണ്ട് അത് വീണ്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇത് സമ്മതിച്ച് വന്നവർക്കൊക്കെ ഏജ് ഓവറാണ്, ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. 8-9 വർഷം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന യാത്രാ ചിലവ് തന്നെ ഏറ്റവും കൂടുതലാവുന്നുണ്ട്. ഓട്ടോയിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. കാരണം ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി വരുമ്പം തന്നെ 1000 രൂപ ആവണുണ്ട്. വരും ദിവസങ്ങളിലും ഡയാലിസിസ് ചെയ്യാൻ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുൾപ്പെടെ വലിയ ചിലവാകും. വൃക്ക തരാൻ തയ്യാറായി ആരെങ്കിലും എത്തിയാലും ടെസ്റ്റുകൾക്കും വലിയ തുക നൽകേണ്ടി വരും. പക്ഷേ കയ്യിൽ പണമില്ല. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ അമ്മയും മകളും. തിരുവനന്തപുരം. ഏറ്റവും അർഹമായ, ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും വലിയ സഹായം ആവശ്യമുള്ള ഒരു കുടുംബമാണ്. സഹായിക്കാൻ കഴിയാവുന്നവർ പരമാവധി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. ഓസ്ട്രേലിയയിലെ ആദ്യ ഇന്ത്യൻ ജ്വല്ലറി ബ്രാൻഡായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സിഡ്നിയിലെ ഷോറൂം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ബ്രെറ്റ്ലി ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 340-ാം ഷോറൂമാണിത്. ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഹെഡ് ഷംലാൽ അഹമ്മദ്, ഇന്ത്യ ഓപ്പറേഷൻസ് MD O ആഷർ, M അജിത്ത്, അമീർ CMC, ഫൈസൽ AK, ഷാജി കക്കോടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാഹുൽ ആർ പറയുകയാണ്, സ്കൂൾ തീരാൻ ഇനി 1 മാസമേ ഉള്ളൂ. ഈ വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷനെ പറ്റി ബജറ്റിൽ ഒരു തീരുമാനം പറഞ്ഞില്ല. അധ്യാപക പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രതീക്ഷ ആണ്. ഏജ് ഓവർ ആകുന്ന ഒരുപാട് പേരുണ്ട് എന്നൊരു പക്ഷം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെന്നേ, ഒരുപാട് പേർ ഇത്തരം ആവശ്യങ്ങളുള്ളവരുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ ഇനി കാണുക ഇന്ന് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.